കേൾക്കാം സാർ. ആ തുടങ്ങാം നമുക്ക്. പീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശ്ച മനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതെ സാക്ഷാത് തത്വമസീതി വേദവചസാ യോ ബോധയത്യാശ്രിതാൻ യസ് സാക്ഷാത്കരണാത് ഭവേന പുനരാവൃത്തിർഭവാംഭോ നിധൗ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈതം ശ്രീദക്ഷിണാമൂർത്തയേ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. നമ്മൾ ഇന്ന് ദശകം 13 കടക്കുകയാണ്. ദശകം 13 ഹിരണ്യാക്ഷവധം. ഇത് ഒരു പ്രത്യേക വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ശിഖരിണി എന്നൊരു വൃത്തമുണ്ട്. 17 അക്ഷരം വരുന്ന ഒരു വൃത്തം. മന്ദാക്രാന്തയൊക്കെ 17 അക്ഷരമുള്ള ഒരു വൃത്തമാണ്. അത് തന്നെയാണ് ശിഖരിണിയും. എൻ്റെ ലക്ഷണം യതിക്കാറിൽ തട്ടും യമന സബലംഗം ശിഖരിണി. യതിക്കാറിൽ തട്ടും യമന സബലംഗം. അവസാനം ലാ ഗുരു, ലഘുവും ഗുരുവും വരും. ഒരു വരി 16 അക്ഷരം, അവസാനത്തെ 2 അക്ഷരം ലഘുവും ഗുരുവുമായിരിക്കും. പിന്നെ 5 ഗണം. യമന സഫലം, സഭ, യഗണം, മഗണം, നഗണം, സഗണം, അങ്ങനെ ഭഗണം. 5 ഗണങ്ങളും ലഘുവും ഗുരുവും ചേർന്ന 17 അക്ഷരമുള്ള ഒരു വൃത്തമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അന്നേരം ഈ ദശകത്തിലാണ് ഭഗവാൻ ഈ ഹിരണ്യാക്ഷനെ വധിക്കുന്നത്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം, കാരണം സംസ്കൃത പദങ്ങളൊക്കെ കുറച്ച് കൂടുതലുണ്ടേ. അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് വലിയ വൃത്തവുമാണ്. 11ാം ദശകത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തി. 11ാം ദശകത്തിൽ പറഞ്ഞത് തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം. അതായത് വരുണൻ, ഈ ഹിരണ്യാക്ഷൻ തനിക്കൊത്ത ഒരു ശത്രുവിനെ വേണമെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടന്ന് വരുണൻ്റെ അടുക്ക ചെന്നപ്പോൾ വരുണൻ പറഞ്ഞല്ലോ, നിനക്ക് യോജിച്ച ഒരു ശത്രു ഉണ്ട്, അതിനെ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാനെ അന്വേഷിച്ച് ഈ ഹിരണ്യാക്ഷൻ പോകുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇനിയത്തെ 13ാമത്തെ ദശകം. ഹിരണ്യാക്ഷം താവദ്വരദ ഭവതന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജജംഘാപരിമിധേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമപി നിന്ദൻ സ്തവബലം. ഹിരണ്യാക്ഷം താവത് വരദ. ഇതിപ്പോൾ ഇതിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ നമ്മൾ യതിക്കാറിൽ തട്ടുമെന്ന് ആദ്യം പറഞ്ഞല്ലോ. അതായത് 6 അക്ഷരം കഴിയുമ്പോൾ ഒരു നിർത്ത് വേണം. ഇത് ചൊല്ലാനല്ലെങ്കിൽ പ്രയാസമായിരിക്കും. നമ്മൾ ആദ്യത്തെ 6 അക്ഷരം കഴിയുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് ബാക്കി ചൊല്ലണം. അല്ലെങ്കിൽ ഈ ശിഖരിണി ചൊല്ലാൻ സ്വല്പം പ്രയാസമാണ്. അതുകൊണ്ട് ആദ്യത്തെ 6 അക്ഷരം കഴിഞ്ഞ് നിർത്ത് വേണം. അതാണ് ആദ്യം തന്നെ ആ ലക്ഷണത്തിൽ പറയുന്നത്. യതിക്കാറിൽ തട്ടും. യതി എന്ന് വെച്ചാൽ നിർത്ത്. 6 അക്ഷരം കഴിയുമ്പോൾ ഒരു നിർത്ത് വേണമെന്നുള്ളതാണ്. അന്നേരം ഇവിടെ ഹിരണ്യാക്ഷം താവദ്വരദ ഭവതന്വേഷണപരം. ഹിരണ്യാക്ഷൻ താവത്, അപ്പോൾ, അതായത് ഈ വരുണന്റെ ഉപദേശം കേട്ടപ്പോൾ, വരദ, അല്ലയോ ഗുരുവായൂരപ്പ, ഭവതന്വേഷണപരം, അങ്ങയാണല്ലോ യോഗ്യനായ ഒരു ശത്രു എന്ന് വരുണൻ പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് അങ്ങയെ അന്വേഷിക്കാൻ ഭവത് അന്വേഷണപരം, അങ്ങയെ തന്നെ അന്വേഷണത്തിൽ ഏർപ്പെട്ടവനായി. അതായത് ഭഗവാനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഹിരണ്യാക്ഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഹിരണ്യാക്ഷം താവത് വരദ ഭവതന്വേഷണപരം. താവെന്ന് വെച്ചാൽ അപ്പോൾ ആ ഹിരണ്യാക്ഷനാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നതിൽ ഏർപ്പെട്ടവനായി. അതാണ് ഭവത് അന്വേഷണപരം. ഭവത് വെച്ചാൽ ഭവാനെ, ഇവിടെ ഗുരുവായൂരപ്പനെ അന്വേഷിക്കുന്നതിന് വേണ്ടി ഈ ഹിരണ്യാക്ഷൻ ഇറങ്ങിപ്പുറപ്പെട്ടു. ഇത് എങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ടത്? ചരന്തം സാമ്പർത്തേ പയസി. അന്നേരം അവിടെ എല്ലാം ജലം, പ്രളയം ഉണ്ടായല്ലോ. ആ പ്രളയത്തിലാണല്ലോ കൊണ്ടുവന്ന് ഭൂമിയെ മുക്കി വെച്ചിരിക്കുന്നത്. അതാണ് ചരന്തം സാമ്പർത്തേ പയസി. ആ പ്രളയ ജലത്തിൽ കൂടെ ഇയാൾ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അതാണ് ചരന്തം, ചരിക്കുന്നവനായി, സഞ്ചരിക്കുന്നവനായി. എവിടെ? സാമ്പർത്തേ പയസി. സാമ്പർത്തേ എന്ന് വെച്ചാൽ പ്രളയജലമാണ്. പയസ് വെള്ളം, സാമ്പർത്തം പ്രളയം. ആ പ്രളയജലത്തിൽ കൂടി ഹിരണ്യാക്ഷൻ നടക്കുന്നു. നിജ ജംഘാപരിമിതേ. ജംഘ എന്ന് വെച്ചാൽ കണങ്കാല്. ഈ
പ്രളയജലം നമുക്കറിയാം, സമുദ്രത്തിന്റെ ആഴം ഏറ്റവും വലിയ ആഴമുള്ള സമുദ്രമല്ലേ. പക്ഷേ ഈ ഹിരണ്യാക്ഷനെ സംബന്ധിച്ച് അത് കണങ്കാൽ വരെ എത്തുന്നുള്ളെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വലിപ്പം നമുക്ക് ഊഹിക്കാമല്ലോ. അത് കാണിക്കാൻ വേണ്ടിയാണ് നിജ ജംഘാപരിമിതേ. ജംഘ എന്ന് വെച്ചാൽ കണങ്കാല്. തന്റെ ആ കണങ്കാലിനൊപ്പമേ ഉള്ളൂ ഈ പ്രളയജലം. ഇത്രയും നീണ്ട കാലുണ്ടെന്ന് കാണിക്കാനാണ് നിജ ജംഘാ പരിമിതേ. പരിമിതം എന്ന് വെച്ചാൽ പരിമിതപ്പെട്ടു, അത്രയത്തിൽ നിർത്തി എന്ന് വെച്ചാൽ പ്രളയജലത്തിന്റെ ആഴം ഈ ഹിരണ്യാക്ഷന്റെ കണങ്കാല് വരെ ഉള്ളൂ എന്ന് പറയാണ്. ഹിരണ്യാക്ഷം താവത് പരതഭവതന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജ ജംഘാപരിമിതേ. പയസി എന്ന് വെച്ചാൽ വെള്ളം, വെള്ളത്തിൽ നിജ സ്വന്തം ജംഘ എന്ന് വെച്ചാൽ കണങ്കാലും, അതിന് പരിമിതപ്പെട്ട ആ ജലത്തിൽ കൂടി ഇയാൾ ചരിച്ചോണ്ടിരിക്കുകയാണ് ഭഗവാനെ അന്വേഷിച്ച്. ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനി. ഭവദ്ഭക്ത ഗത്വാ കപടപടുതീർ. കപടപടുധി. നാരദന്റെ ഒരു വിശേഷം അവിടെ പറഞ്ഞിരിക്കുകയാണ്. കപടപടു. പടു എന്ന് വെച്ചാൽ സാമർഥ്യമുള്ള, മിടുക്കനായ, നിപുണനായിരിക്കുന്ന ഈ നാരദന്റെ മിടുക്ക് എവിടെയാണ്? കാപട്യത്തിൽ, ആ കാപട്യ ബുദ്ധിയിൽ മിടുക്കനായ നാരദൻ. അങ്ങനെ ഉണ്ടല്ലോ, നാരദൻ വലിയ മുനിയാണ്, വലിയ മുനിശ്രേഷ്ഠനാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ കണക്ക് ഏഷണിയൊക്കെ കുറച്ചുണ്ട്. അതാണ് കപടപടുതീർ എന്നുള്ള ആ വിശേഷണം കൊടുത്തിരിക്കുന്നത്. കപടം, കപടമായെന്ന് വെച്ചാൽ പറ്റിക്കുന്ന രീതിയിലുള്ള ആ ബുദ്ധിയിൽ സാമർഥ്യം ഉള്ളവൻ. കപടപടുതീർ, പടു സാമർഥ്യം. എന്ത് ചെയ്തു? ഭവദ്ഭക്തോ ഗത്തു. അന്നേരം അദ്ദേഹം ഭവദ്ഭക്തനും കൂടാണ്. എപ്പോഴും നാരായണായും വിളിച്ച് നടക്കുന്ന ആളാണല്ലോ നാരായണൻ. അതുകൊണ്ട് അങ്ങയുടെ ഭക്തനായ ഈ കപടപടുതിയായിരിക്കുന്ന നാരദൻ എന്ത് ചെയ്തു? ഗത്വ, ഹിരണ്യാക്ഷം ഗത്വ എന്ന് എടുക്കണം. ആ ഹിരണ്യാക്ഷനെ അടുത്ത് ചെന്നിട്ട്, ആ ഹിരണ്യാക്ഷനെ പ്രാപിച്ചിട്ട് ഈ നാരദൻ ഹിരണ്യാക്ഷൻ്റെ അടുക്ക ചെന്നിട്ട് അദ്ദേഹം അന്വേഷിച്ചിട്ട് നടക്കല്ലേ. നാരദൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ഭവദ്ഭക്തഃ ഗത്വാ കപടപടുതീർ നാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജം. അവിടെ ചെന്നാണ് ഈ കപടപടുതി എന്ന് പറയുന്നത്. അവിടെ ചെന്നിട്ട് ഈ നാരദൻ എന്താണ് ചെയ്തത്? ഹിരണ്യാക്ഷനെ അങ്ങ് പ്രശംസിച്ചു. അതാണ് ശനൈർ. ശനൈർ എന്ന് വെച്ചാൽ പതുക്കെ. ഇത്ര ഇച്ചിരി വിനയത്തോടു കൂടിയാണ് ചെന്ന് നിൽക്കുന്നത് നാരദ മഹർഷി ഈ ഹിരണ്യാക്ഷന്റെ മുമ്പിൽ. അതാണ് ശനൈർ, പതുക്കെ. ഊജെ, ഊജ എന്ന് വെച്ചാൽ പറഞ്ഞു എന്നാണ് ഊജെ. പിന്നെ ശനൈർ ഊജെ, പതുക്കെ ഈ ഹിരണ്യാക്ഷനോട്. എങ്ങനെ? നന്ദൻ ധനുജമപി. ധനുജൻ ഇവിടെ ഹിരണ്യാക്ഷൻ, അസുരൻ എന്നുള്ള അർത്ഥത്തിൽ, ധനുവിന്റെ മകൻ എന്നുള്ള അർത്ഥത്തിൽ അസുര ശബ്ദം. അതാണ് അസുരനെ നന്ദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അയാൾ വലിയ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞ് അയാളെ പൊക്കിയിട്ട് നിന്ദൻ തവബലം, നിന്ദൻ സ്തവബലം, അങ്ങയുടെ ബലത്തെ നിന്ദിച്ചും കൊണ്ട്. എന്താണ് നിങ്ങൾക്ക് യോജിച്ച ആളൊന്നും അല്ലേ പിന്നെ അന്വേഷിച്ച് നടക്കുന്ന ഗുരുവായൂരപ്പൻ എന്നും പറഞ്ഞ് ഭഗവാന്റെ ആ ബലത്തെ നിന്ദിച്ചുകൊണ്ട് ഈ ഹിരണ്യാക്ഷന്റെ കഴിവിനെ പൊക്കി. അതാണ് നന്ദൻ ധനുജം. ധനുജനെ നന്ദിച്ചുകൊണ്ട്, അതൊക്കെ ആഹ്ലാദമുണ്ടാകുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഈ ഭഗവാന്റെ ഗുണഗണങ്ങളെയൊക്കെ നിന്ദിക്കുകയും താഴ്ത്തിക്കെട്ടുകയും ചെയ്തതാണ് കപടപടുതീർ എന്ന് പറയുന്നത്. അർത്ഥത്തിൽ നാരദൻ അറിഞ്ഞൂടെ സംഭവം എന്താണ്, ഇനി നടക്കാൻ പോകുന്നത് എന്താന്നൊക്കെ നാരദന് വിശദമായിട്ട് അറിയാം. പക്ഷെ ഇയാളെ പറ്റിക്കാൻ വേണ്ടി അവിടെ ചെന്ന് അയാളെ പൊക്കി ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു ശനൈരൂചേ. വളരെ സാവധാനത്തിൽ ഈ ഹിരണ്യാക്ഷന്റെ അടുക്കെ പറഞ്ഞു എന്നാണ്. ഹിരണ്യാക്ഷം താവദ്വരദ ഭവതന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർ നാരദമുനി. നാരദമുനിയുടെ വിശേഷണമാണ് കപടപടുതി, പിന്നെ ഭവദ്ഭക്ത. ഇത് രണ്ടുമുണ്ട്. അദ്ദേഹത്തിന് ഏഷണി കൊണ്ട്, അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ ഏറ്റവും വലിയ ഭക്തനും കൂടെയാണ് അദ്ദേഹം. എന്താണ് ചെയ്തത്? ശനൈരൂജെ, വളരെ പതുക്കെ പറഞ്ഞു. നന്ദൻ ധനുജം, ഈ ധനുജനെ, ഈ ഹിരണ്യാക്ഷനാകുന്ന അസുരനെ നന്ദിച്ചുകൊണ്ട്, പ്രശംസിച്ചുകൊണ്ടും, നിന്ദൻ തവ ബലം, തവ എന്ന് വെച്ചാൽ അങ്ങയുടെ, ഇവിടെ ഗുരുവായൂരപ്പന്റെ ആ ബലത്തെ നിന്ദിച്ചുകൊണ്ടുവോ ഒന്നുമില്ല എന്നുള്ള രീതി ഇളക്കി ഇളക്കി വിടുകയാണ്. ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കണം. അത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവസാനം തീർക്കാം. അങ്ങനെ സംശയങ്ങൾ വരും, കാരണം കുറച്ച് പദങ്ങളൊക്കെ ഇനിയും കുറച്ച് കട്ടിയായിട്ടുള്ള പദങ്ങളൊക്കെ ഉള്ള ഒരു ദശകമായത്. ഹിരണ്യാക്ഷം താവദ്വരദ ഭവതന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ
കപടപടുതീർ നാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം സ്തവബലം. അതാണ് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തത്, സമായാവി വിഷ്ണുർഹരതി ഭവതീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിതം ഇതി തേനാഭിഗതിത നദൻ കോസൗ കോസാവിധി സമുനിനാ ദർശിതപദോ ഭവന്തം സംപ്രാപ ധരണിധരം ഉദ്യന്തമുദഗാത്. സമായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതി. ഇത് നാരദൻ ശനൈരൂജ എന്ന് പറഞ്ഞില്ലേ, ആ നാരദന്റെ വാക്കുകളാണ് ഈ പറയുന്നത്. സമായാവി, ആ മായാവിയായിരിക്കുന്ന ആ വിഷ്ണു ഉണ്ടല്ലോ, ആ ഗുരുവായൂരപ്പൻ. സമായാവി വിഷ്ണു, ആ വിഷ്ണു ഒരു മായാവിയാണ്. അദ്ദേഹത്തിന് ഇതിനൊന്നും കഴിവൊന്നുമില്ല. നിന്നെ പറ്റിക്കാൻ വേണ്ടി ഈ ഭൂമിയെ എടുത്ത് മായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതി. അതിന് ഇവിടെ ആ വരാഹ അവതാരം എടുത്തിട്ട് ആ ഭൂമിയെ എടുത്തുകൊണ്ട് പോവുകയാണെന്നുള്ളത് ഇയാൾക്ക് ധ്വനിപ്പിക്കുകയാണേ. അതായത് ഇയാൾ ഇവിടെ കീഴടക്കി വെച്ചിരിക്കില്ലായിരുന്നോ ഭൂമിയെ, സമുദ്രത്തിനടിയിൽ. അതിനാ മഹാവിഷ്ണു അതിനെ പൊക്കിയെടുത്ത് വിവരം ഈ അടുക്ക പറഞ്ഞു കൊടുക്കുകയാണ് ഹിരണ്യാക്ഷനിലേക്ക്. അതാണ് സമായാവി. അവർക്ക് അതിനൊന്നുള്ള കഴിവൊന്നുമില്ല, പക്ഷേ പുള്ളി ഒരു മായാപ്രകടനം കാണിച്ച് നിന്നെ പറ്റിക്കാനായിട്ട് നടക്കുകയാണ്. അതാണ് സമായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതിയും. വസുമതി എന്ന് വെച്ചാൽ ഭൂമിദേവി. ആ ഭൂമിദേവി അങ്ങയുടേതാണ്, അങ്ങയ്ക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി. അല്ല വിഷ്ണുവിന് അതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെ ചുമ്മാതെ മായാവിയായിട്ട് വന്നിരിക്കുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ കണക്ക് ഹിരണ്യാക്ഷനെ പോക്കുകയും ഭഗവാനെ താക്കുകയും ചെയ്യുന്ന പണി. സമായാവി വിഷ്ണുർ ഹരതി, ഹരതി എന്ന് വെച്ചാൽ ഹരിക്കുന്നു, മോഷ്ടിച്ചുകൊണ്ട് പോവാണ്. ഭവതീയാം വസുമതി, അങ്ങയുടെ ആ ഉടമസ്ഥതയിലുള്ള ആ ഭൂമിദേവിയെ. പ്രഭോ കഷ്ടം കഷ്ടം കിമിതം, ഇത് വളരെ കഷ്ടമാണല്ലോ, അങ്ങ് കസ്റ്റഡി വെച്ചിരിക്കുന്ന ഒന്നിനെ ഇങ്ങനെ എടുത്തോണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒരു മായാവി വന്ന്, അത് വളരെ കഷ്ടമാണ്. പ്രഭോ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ, അതാണ് ഇയാളെ പൊക്കുന്നതേ. ഹിരണ്യാക്ഷന നാരദൻ പ്രഭോ എന്നാ വിളിക്കുന്നത്. കാരണം ഇയാളെ എങ്ങനെയെങ്കിലും വിശ്വാസത്തിലെടുത്ത് എളുപ്പം ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അതിനായിട്ടാണ് പ്രഭോ എന്നൊക്കെ വിളിച്ചത്. ആരാ? ഈ ഹിരണ്യാക്ഷന. പ്രഭോ കഷ്ടം കഷ്ടം കിം ഇതം, ഇതെന്താണ് ഈ സംഭവം, എങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റും? അങ്ങയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിദേവി ഏതാണ്ടൊരു മായാവിയായ വിഷ്ണു അടിച്ചുകൊണ്ട് പോകുന്നു, അത് ശരിയാവില്ലല്ലോ. കഷ്ടം കഷ്ടം എന്ന് പറയാണ്. ഇതി തേനാഭിഗത തേനാഭിഗതിത, അഭിഗതി എന്ന് വെച്ചാൽ പറയപ്പെട്ട, നേരിട്ട് പറയപ്പെട്ടവനായ ഈ ഹിരണ്യാക്ഷൻ. അതായത് നാരദ മഹർഷി എന്ന് നേരിട്ട് ഇങ്ങനെ പറയാണ്, അങ്ങയുടെ വസുമതിയെ ദാണ്ട മായാവിയായ വിഷ്ണു എടുത്തുകൊണ്ട് പോകുന്നു. അതാണ് ഇത് ഇപ്രകാരം. ഇതെന്ന് വെച്ചാൽ ഇപ്രകാരം. തേനാ അഭിഗതിത, ആ നാരദ മഹർഷിയാൽ പറയപ്പെട്ടവനായ, തേന നാരദ മഹർഷിയാൽ പറയപ്പെട്ടവനായ ആ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? നദൻ കോസൗ കോസൗ കാസൗ, അവനാര് എൻ്റെ ഉടമസ്ഥതയിലുള്ള ആ ഭൂമി എടുത്തുകൊണ്ട് പോകുന്ന അവനാര്? അതാണ് ക അസൗ. അസൗ എന്ന് വെച്ചാൽ അവൻ, ക എന്ന് വെച്ചാൽ ആര്, അവൻ ആര് നമ്മൾ ചോദിക്കുമല്ലോ, അവൻ ആര്? അവർക്കതിനുള്ള ധൈര്യം. അതാണ് നദൻ, അലറിക്കൊണ്ട്. നദൻ എന്ന് വെച്ചാൽ ഉറക്ക ശബ്ദിച്ചുകൊണ്ട്. നദൻ ക അസൗ ക അസൗ, മറ്റതും കാസൗ എന്ന് 2 പ്രാവശ്യം പറയാണ്. അവനാര്? ഇതി സമുനിനാദർശിതപദോ, ഇങ്ങനെ ഇതി നദൻ എടുത്തോളണം, ഇപ്രകാരം അട്ടഹസിച്ചുകൊണ്ട്. അവനാര് എന്ന് ഈ പ്രകാരം അട്ടഹസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? സമുനിനാദർശിതപദോ ഭവന്തം സംപ്രാപ, അങ്ങയുടെ അടുക്ക് എത്തിച്ചേർന്നു. എങ്ങനെ എത്തിച്ചേർന്നു? വഴി ആരാണ് കാണിച്ചു കൊടുത്തത്? നാരദൻ തന്നെ ആ വഴി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു, ഇടനാശത്തിലേക്കുള്ള. സമുനിനാദർശിത പദോ അത് പട്ടതിരി പറയാണ്. ആ മുനിയാൽ കാണിക്കപ്പെട്ട പഥ എന്ന് വെച്ചാൽ വഴി, ആ മാർഗം നാരദൻ കാണിച്ചു കൊടുത്തെന്ന്. അല്ലാതെ ഭഗവാന്റെ ചെല്ലാൻ പറ്റുമോ? ഭഗവാൻ ഇങ്ങനെ ആ ഭൂമിദേവിയും പൊക്കി എടുത്തുകൊണ്ട് വരുന്ന സ്ഥലത്ത് ഈ നാരദ മഹർഷി ഇദ്ദേഹത്തിനെ എത്തിച്ചു, ഹിരണ്യാക്ഷനെ. അതാണ് സമുനിനാ ദർശിത പഥ എന്ന് വെച്ചാൽ കാണിക്കപ്പെട്ട വഴിയോടുകൂടി മാർഗം പറഞ്ഞു കൊടുത്തു. ആര്? ഈ നാരദൻ തന്നെ ഇയാളുടെ മാർഗം പറഞ്ഞു കൊടുത്തു എന്ന് പറയാണ്. സമുനിന, എന്ന് വെച്ചാൽ ആ മുനിന, ഇവിടെ നാരദനാണ് മുനി. സമുനിന ദർശിത പദോ, ദർശനം എന്ന് വെച്ചാൽ കാണിക്കപ്പെട്ട പദം, വഴി. ഭവന്തം സംപ്രാപ, അങ്ങയുടെ എത്തിച്ചേർന്നല്ലോ. ആര്? ഈ ഹിരണ്യാക്ഷൻ. ധരണിധരമുദ്യന്തമുദകാത്, അങ്ങെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ധരണിധരം, ആ ഭൂമിയെ ധരിച്ചവനായി, ധരണിധരനായി.
ഭൂമിയെ കയ്യിലെടുത്തോണ്ട് വെച്ചിരിക്കുകയല്ലേ, തേറ്റെ കുത്തിക്കൊണ്ട് പൊങ്ങി വരുമ്പോഴാണ് ഈ നാരദൻ പതുക്കെ പതുക്കെ ഈ ഹിരണ്യാക്ഷനെ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നത്. അതാണ് ധരണിതരം ഉദ്യന്തം ഉദകാത്. ഉദകം എന്ന് വെച്ചാൽ വെള്ളം. ആ സമുദ്രജലത്തിൽ നിന്ന് ഉയർന്നു വരുന്നവനായി ഈ ഭൂമിദേവിയെ പൊക്കിക്കൊണ്ട്, അതാണ് ഉദ്യന്തം ഉദകാത്. ധരണിധരം, ആ ധരണിയെ ധരിച്ച് ആ ഉദകത്തിൽ നിന്ന് ഉയർന്നു വരുന്നവനായ ഗുരുവായൂരപ്പനെ ആര് കാണിച്ചു കൊടുത്തു? ഈ നാരദൻ ഹിരണ്യാക്ഷന് കാണിച്ചു കൊടുത്തു. അതാണ് എന്റെ താല്പര്യം. സമായാവി വിഷ്ണുർഹരതി ഭവതീയാം വസുമതിം. വസുമതി ഭൂമി, നേരത്തെ പറഞ്ഞ അർത്ഥം തന്നെ. സംശയമുള്ള കുറിച്ചു വെച്ചോ. പ്രഭോ കഷ്ടം കഷ്ടം കിം ഇതം. ഇതം കിം, ഇതെന്താണ് എന്ന് നാരദൻ പറയാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമോ? അങ്ങയുടെ കസ്റ്റഡിയിരിക്കുന്ന ഒരാളെ എടുത്ത് ഈ മായാവി പിടിച്ചോണ്ട് പോകുന്നത് നടക്കുന്ന കാര്യമാണോ? അതാണ് കിം ഇതം. ഇതി, ഇപ്രകാരം തേന അഭിഗതിത. പ്രകാരം ഇവിടെ തേന എന്ന് പറയുന്നത് നാരദ മഹർഷിയാൽ അഭിഗതിതം, നേരിട്ട് പറയപ്പെട്ടവനായ ഹിരണ്യാക്ഷൻ ഉടനെ അലറുകയാണ്. നദൻ എന്ന് വെച്ചാൽ ഉറക്ക പറയാണ്, കോസവു കോസവു, അവനാര്. ഇത് ഇപ്രകാരം സമുനിനാ ദർശിതപഥ, ഇനിയാൾ കാണിക്കപ്പെട്ട ആ മാർഗത്തിൽ കൂടി ഭവന്തം സംപ്രാപ, ഭവാനെ പ്രാപിച്ചു. സംപ്രാപ, ആ ധരണിധരമുദ്യന്തമുതകാത് ഭവന്തം എടുത്തോളണം. ആ ധരണിധരനായി വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഏറ്റയിൽ കൊണ്ടുവരുന്ന ആ മഹാവിഷ്ണുവിനെ, മഹാവിഷ്ണുവിന്റെ സമീപത്ത് ഈ ഹിരണ്യാക്ഷനെ എത്തിച്ചു എന്ന് പറയാണ്. സമായാവി വിഷ്ണുർഹരതി ഭവതീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ കോസവു കോസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപ ധരണിധരം ഉദ്യന്തമുദകാത്. ഉദകാത് ഉദ്യന്തം. ഉദകം എന്ന് വെച്ചാൽ വെള്ളം, വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നവനായ ധരണിധരനായി. ധരണി എന്ന് വെച്ചാൽ ഭൂമി, ഭൂമിയെ ധരിച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നവനായ. അതാണ് അതിന്റെ അർത്ഥം. കഥാസന്ദർഭം മനസ്സിലായല്ലോ. അതായത് നാരദൻ പതുക്കെ പതുക്കെ ആ ഹിരണ്യാക്ഷന് മാർഗം പറഞ്ഞു കൊടുത്ത് ഭഗവാന്റെ മുന്നിൽ എത്തിച്ചു. മൂന്നാമത്തെ ശ്ലോകം. അത്തരം ഭഗവാനെ കണ്ടപ്പോ എന്താണ് ഹിരണ്യാക്ഷന്റെ ആ മട്ട്? അഹോ ആരണ്യോയം മൃഗൈതിഹസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസഭമുദയുങ്ധ മൃതവിധവും. കുറച്ച് പ്രയാസമുള്ള വാക്കുകളൊക്കെ ഉണ്ട്, സത്യചരിത മനസ്സിലാവുന്നേ ഉള്ളൂ. അഹോ ആരണ്യോയം മൃഗയിതി. ആരണ്യോയം മൃഗ, അരണ്യം എന്ന് വെച്ചാൽ വനം. ഇതൊരു കാട്ടുമൃഗമാണല്ലോ എന്നാണ് ആദ്യം അയാളുടെ പ്രതികരണം ഹിരണ്യാക്ഷന്റെ. കാരണം ഇവിടെ വരാഹാവതാരമായിട്ടല്ലേ വന്നിരിക്കുന്നത്. കളിയാക്കി പറയാണ്, ഓ ഇത് വെറും ഒരു കാട്ടുമൃഗമാണെന്ന് തോന്നുന്നല്ലോ, ഇയാളെയാണോ എന്റെ എതിരാളിയായിട്ട് നീ കൊണ്ടുവന്നത്? അതാണ് അഹോ ആരണ്യോ അയം ആരണ്യ മൃഗ, അരണ്യമൃഗം, അതായത് കാട്ടുമൃഗമാണ് ഇവൻ. ഇതിനകത്ത് എന്താ പ്രാധാന്യം ഇരിക്കുന്നത്? ഇത് ഹസന്തം, കളിയാക്കി. ഭഗവാനെ കളിയാക്കാണ്. എതിരാളിയെ ഇങ്ങനെ അപമാനിക്കണമല്ലോ, ഇതൊരു കാട്ടുമൃഗമാണല്ലോ. ബഹുതരൈർ ദുരുക്തൈർ വിദ്യന്തം, ഇങ്ങനെ പറയുക മാത്രമല്ല, ബഹുതരൈർ പലതരത്തിൽ, ദുരുക്തൈർ എന്ന് വെച്ചാൽ ചീത്ത വാക്കുകൾ. നീ എന്നോട് വരാൻ തയ്യാറാണോ? നിനക്ക് എന്താണെന്നൊക്കെ ചോദിച്ചു ഭൂമിദേവി അടിച്ചോണ്ട് പോകുന്ന വന്നാൽ എന്നുള്ള ആ ദേഷ്യമാണ് ഹിരണ്യാക്ഷൻ. അതാണ് ദുരുക്തൈർ. ഉക്തി എന്ന് വെച്ചാൽ വാക്ക്, ദുരുക്തി എന്ന് വെച്ചാൽ ചീത്ത വാക്കുകൾ. ഒരുപാട് ചീത്ത വാക്കുകൾ പറഞ്ഞ് വിദ്യന്തം, ഉപദ്രവിക്കുന്നവനായി, ഭഗവാനെ മുറിവേൽപ്പിക്കുന്നവനായി ഈ ഹിരണ്യാക്ഷൻ. ശത്രുവിനെ എങ്ങനെയെങ്കിലും താഴ്ത്തിക്കെട്ടണമല്ലോ, നല്ലൊരു എതിരാളിയുടെ ഒരു രീതി. അതുകൊണ്ട് ഇത് നീ വെറും ഒരു കാട്ടുമൃഗമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ ഒരുപാട് മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഹിരണ്യാക്ഷൻ. അഹോ ആരണ്യോയം മൃഗയിതി ഹസന്തം, എന്ന് വെച്ചാൽ പരിഹസിച്ചിട്ട്, ബഹുതരൈർ പലതരത്തിൽ, ദുരുക്തൈർ ചീത്തവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നവനായി, ദിതിസുതം അപജ്ഞായ ഭഗവൻ. ദിതിസുതൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ ധനുജൻ തന്നെ, ദിതിയുടെ മകൻ. ദിതിയുടെ മകനാണല്ലോ ഹിരണ്യാക്ഷൻ. എന്താണ് ദിതിസുതം അപജ്ഞായ. ഭഗവാൻ കണ്ട എന്ത് പറഞ്ഞിട്ടും മിണ്ടിയില്ല, അവനെ അവഗണിച്ചു എന്ന് പറയുകയാണ്. അവൻ എന്തോ പറഞ്ഞോട്ടെന്നുള്ള മട്ടി ഭഗവാൻ ഒരു തന്ത്രം എടുത്തതാണ്. അവൻ ആദ്യം ഒന്നും ഭഗവാൻ മിണ്ടിയില്ല. ഭഗവാൻ കാരണം ഈ ഭൂമിദേവി എങ്ങനെയെങ്കിലും ഉതിരിച്ചുകൊണ്ട് എന്ന് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഭഗവാൻ ആ ഒരു ഉദ്യമം കിടക്കുന്നതുകൊണ്ട് തൽക്കാലം ഇവനെ ഒഴിവാക്കി. അതാണ് അവജ്ഞായ, അല്ല എന്താണ് അവജ്ഞായ, അതായത് കണ്ടില്ലെന്ന മട്ടി നടത്തി.
ഭഗവാനെ ഈ ഹിരണ്യാക്ഷനെ കണ്ടില്ലെന്നുള്ള മറ്റെന്ന് വെച്ചാൽ അവഗണിച്ചുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ഇരിക്കുകയാണ്. അപ്പോഴാണ് മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതം. പക്ഷെ ഈ ഹിരണ്യാക്ഷന്റെ ഈ രൂപമെല്ലാം കണ്ടപ്പോഴത്തേക്ക് മഹി എന്ന് വെച്ചാൽ ഭൂമിദേവി ചകിതാം വരണ്ടുപോയെന്നാ പറയുന്നത്, വിറയ്ക്കുകയാണ്. കാരണം ഇവനെപ്പം ഭഗവാൻ ഇങ്ങനെ ഒരു രീതിയിൽ തൽക്കാലം സംരക്ഷിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇയാളുമായിട്ട് പിടിച്ചു നിൽക്കുമെന്നൊക്കെ ഭൂമിദേവിക്ക് എന്നൊരു സംശയം. അതാണ് മഹീം ദൃഷ്ട്വാ, ഇങ്ങനെയുള്ള മഹിയെ ദംഷ്ട്രാശിരസി ചകിതാം, ഭഗവാന്റെ ദംഷ്ട്രയിൽ ആണല്ലോ കുത്തി വെച്ചിരിക്കുന്ന ഭൂമിയെ, അതിൽ കിടന്ന് വിറയ്ക്കുന്ന ചകിതം ഭയപ്പെടുന്നവളായ ഭൂമിദേവിയെ കണ്ടിട്ട്, അതായത് ഭഗവാൻ കണ്ടിട്ട്, ഇതാണ് മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസ പയോധൗ ആദായ. ഇനി മനസ്സിലായി. കാരണം ഭൂമിദേവി ഇത്രയും വിഷമിച്ച് വരണ്ട കണ്ടപ്പോഴത്തേക്ക് ഭഗവാൻ എന്ത് ചെയ്തു, ഈ ഭൂമിദേവിയെ തൻ്റെ സ്വന്തം ശക്തി കൊണ്ട്, ഭഗവാൻ യോഗശക്തിയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ആ സമുദ്രജലത്തിന്റെ മുകളിൽ തന്നെ ഭൂമിയെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുകയാണ്. അതാണ് മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി. ദംഷ്ട്ര തേറ്റയുടെ മുകളിൽ, ശിരസി എന്ന് വെച്ചാൽ മുകളിൽ, ആ തേറ്റയുടെ മുകളിലാണല്ലോ കുത്തി വെച്ചിരിക്കുന്നത്. ആ ദംഷ്ട്രാശിരസി ചകിതാം, ആ ചകിതയായിരിക്കുന്ന ഭയന്നിരിക്കുന്ന ഭൂമിദേവിയെ ദൃഷ്ട്വാ കണ്ടിട്ട്, സ്വേന മഹസ സ്വന്തം ശക്തി കൊണ്ട്, ഇവിടെ മഹസ് ശക്തിയാണ്, ഭഗവാന്റെ ആ യോഗശക്തിയാണ് മഹസ്, പയോധൗ ആദായ, പയോധി എന്ന് വെച്ചാൽ സമുദ്രം, ആ സമുദ്രജലത്തിൽ തന്നെ ഭൂമിയെ സ്ഥാപിച്ചിട്ട്, ആദായ സ്ഥാപിച്ചിട്ട്, പ്രസവമുദയുംധാമൃതവിധൗ, പ്രസവം ഒരു കൂസലുമില്ലാതെ ഇയാളുമായിട്ട് യുദ്ധത്തിന് ഭഗവാൻ തയ്യാറാവുകയാണ്. അതാണ് പയോധൗവാധായ, പ്രസവം എന്ന് വെച്ചാൽ കൂസലില്ലാതെ, ഉദയുംധാ മൃതവിധൗ, മൃതവിധം എന്ന് വെച്ചാൽ യുദ്ധത്തിന്. ഭഗവാനും വേണം എത്രയും പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ ഭൂമിദേവി അങ്ങോട്ട് മാറ്റി സ്വസ്ഥമായിട്ട് വെച്ചിട്ട് ഈ ധനുജനുമായിട്ട് ഉദയുംധ പുറപ്പെട്ടു. ഉദയം എന്ന് വെച്ചാൽ പുറപ്പെട്ടു. എന്തിന്? മൃതവിധൗ, യുദ്ധത്തിന്, യുദ്ധസന്നാഹത്തിന് പുറപ്പെട്ടു എന്ന് പറയുകയാണ്. ഈ വരാഹം നേരിട്ട് തന്നെ ഈ ഹിരണ്യാക്ഷനെ എതിർക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം അത്രയും ആക്ഷേപവാക്കുകളൊക്കെ കേട്ടപ്പം ഭഗവാന് പിന്നെ സഹിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ആദ്യം അപജ്ഞായ, ആദ്യം അത്ര കൂസല എടുത്തില്ല. പക്ഷെ ഇവൻ വിടാതെ തന്നെ ഇങ്ങനെ പിടിച്ചു. ഭൂമിദേവിയുടെ ഈ ഭയമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭഗവാൻ ഭൂമിദേവിയെ അങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിച്ചിട്ട് ഈ ഹിരണ്യാക്ഷനോട് യുദ്ധത്തിനൊരുമ്പെട്ടു എന്നാണ്. അഹോ ആരണ്യോയം മൃഗൈതി കസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിദിസുതം അപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതം സ്വേന മഹസാ പയോധൗ ആദായ. അതാണ് പയോധാവാധായ. പയോധി എന്ന് വെച്ചാൽ സമുദ്രം, സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ തന്നെ ഭൂമിയെ അവിടെ വെച്ചു. എന്നിട്ട് പ്രസവം, യാതൊരു കൂസലുമില്ലാതെ, ഭയമൊന്നുമില്ലാതെ, ഉദയുംധാമൃതവിധൗ, ആ യുദ്ധത്തിന് വേണ്ടി ഭഗവാൻ പുറപ്പെട്ടു എന്ന് പറയുകയാണ്. പയോധൗവാധായ പ്രസവം ഉദയുങ്ത എന്നുള്ളതാണ്. ഉദയുങ്ത ഒരുമ്പെട്ടു, ഇങ്ങനെ ഭൂമിയെ അവിടെ നിർത്തിയിട്ട് ആ മൃതവിധൗ, യുദ്ധത്തിന് തന്നെ ഭഗവാൻ തയ്യാറെടുത്തു. ഒന്നുകൂടെ വായിക്കാം. അഹോ ആരണ്യോയം മൃഗൈതി കസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിദിസുതം അപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുംധാവിധൗ. ഇതാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഗതാവാണൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുക്തേന ക്രീഡൻ കടകടരഭോത്കുഷ്ടവീയത രണാലോകൗത്സുക്യാൻമിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ. കുറച്ച് പ്രയാസമുള്ള സംസ്കൃതത്തിന്റെ കുറച്ച് കഠിന പദങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും അത്ര പ്രയാസമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലേ. ഐരം സുസംസ്കൃത ശ്ലോക പുഷ്പത്താൽ എന്നല്ലേ പട്ടതിരി പറഞ്ഞ, വള്ളത്തോൾ പറഞ്ഞത് നാരായണീയത്തെ പറ്റി. സുസംസ്കൃത ശ്ലോക പുഷ്പം, അത്രയും ഭാഷാ സ്വാധീനത്തെ എഴുതിയിരിക്കുന്ന വേറൊരു കാവ്യം ഇല്ല. ഗതാപാണവു ദൈത്യേ, ഇവിടെ ദൈത്യൻ എന്ന് പറയുന്നത് ഹിരണ്യാക്ഷൻ. ഹിരണ്യാക്ഷൻ ഒരു ഗത കയ്യിലെടുത്തു. അതാ പാണി എന്ന് വെച്ചാൽ കൈ. ആ ഗത, ഒരു പാണിയിൽ ഗത കൈക്കൊണ്ടവനായ ഹിരണ്യാക്ഷനെ കണ്ടിട്ട് ഗതാപാണവു ദൈത്യേ, ദൈത്യൻ തന്റെ കയ്യിൽ ഗതയുമായിട്ട് നിന്നപ്പോൾ ത്വം അപി, അങ്ങും
ഇവിടെ ഗുരുവായൂരപ്പനാണ് ത്വം. അങ്ങും ഹി അല്ലയോ ഗൃഹീതോന്നതഗതോ. ഭഗവാനും വിട്ടില്ല. ഭഗവാനും ഒരു ഗത കയ്യിലെടുത്തു. അന്നെ എതിരാളി ഒരു ധർമ്മയുദ്ധത്തിൽ അങ്ങനെ ഉണ്ടേ. ഈ ഭഗവാന്റെ പല ആയുധങ്ങളും കയ്യിലുണ്ട്, ചക്രവും എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും എടുക്കത്തില്ല. അന്നെ എതിരാളി ഏതോ എടുക്കുന്നോ അതനുസരിച്ചുള്ള യുദ്ധത്തിനാണ് ഭഗവാന്റെ ആ സന്നദ്ധം. എതിരാളി ആ രീതിയിൽ യുദ്ധത്തിന്റെ മുറകളാ. അതുകൊണ്ട് ഭഗവാനും ഒരു ഗൃഹീതം കൈക്കൊണ്ടവനായി, ഒരു ഉന്നത ഗത, ഒരു വലിയ ഗത. ഭഗവാന്റെ ഗതയൊക്കെ ഉണ്ടല്ലോ. ഭഗവാന്റെ ഗതയുടെ പേര് കൗമോദകി എന്നൊക്കെയല്ലേ പേര് ഇട്ടിരിക്കുന്ന. ഏതായാലും ഒരു ഉന്നത ഗത ഭഗവാനും കൈക്കൊണ്ടു. ഇയാള് എടുത്ത ഗത തന്നെ ഭഗവാനും എടുത്തു. ഗത തന്നെ എടുത്തു ആയുധമായി. ഗതാപാണവോ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നത ഗതോ നിയുക്തേന ക്രീഡൻ കഠകട രവോത്കുഷ്ടവീയത. കഠകട രവം. അന്നേരം ഈ ഗത വെച്ച് അടിയാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദത്തിന്റെ ഇതാണ് കഠകഠ അല്ലെ. ആ കഠകട രവം ശബ്ദത്തോടുകൂടി ഉത്കൃഷ്ട വിയത. വിയത്തെന്ന് വെച്ചാൽ ആകാശം. ആകാശം മൊത്തം ഈ ശബ്ദം മുഴങ്ങി എന്നാണ്. തമ്മിൽ അടി തന്നെ, ഗതയോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അതിന്റെ ആ ശബ്ദം ആകാശം മൊത്തം മാറ്റലിക്കൊണ്ടു. ആകാശമാകെ അത് മാറ്റലിക്കൊണ്ടു എന്ന് പറയാ. നിയുക്തേന ക്രീഡൻ. യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഈ ക്രീഡൻ, ഒരു ഭഗവാനൊക്കെ ഇതൊരു ക്രീഡയാണ്. ഇതെല്ലാം ഒരു ലീലയേ ഉള്ളൂ. അല്ല ഇതിനകത്ത് ഇപ്പൊ ഈ ഹിരണ്യാക്ഷനെ കൊല്ലാനൊന്നും ഭഗവാൻ ഒരു പ്രയാസം വല്ലതും ഉണ്ടോ? അന്നേരം ഒരു ലീലാ വിഹാരം നടത്തിയെന്നേ ഉള്ളൂ ഇവിടെ. അതാണ് നിയുക്തേന. ആ യുദ്ധം കൊണ്ട് ക്രീഡനായി, വിഹരിക്കുന്നവനായി ഭഗവാൻ. ഭഗവാൻ ഒരു യുദ്ധം ഒരു വികാരം തന്നെയാണ്. അതാണ് നിയുക്തേന ക്രീഡൻ. ആ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ ആകാശമെല്ലാം ഈ ഗതയുടെ കൂട്ടിയിടി കഠകഠ ശബ്ദം കൊണ്ട് മാറ്റലി കൊണ്ടുവന്ന് പറയുകയാണ്. ആ യുദ്ധത്തിന്റെ ഒരു തീഷ്ണതയാണ്. അതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് വർണ്ണിക്കുന്നതേ. ആ യുദ്ധം അങ്ങോട്ട് തുടങ്ങി, രണ്ടുപേരും ഓരോ ഗതയൊക്കെ കയ്യിലെടുത്തു, തമ്മിൽ അട്ടി അങ്ങോട്ട് തുടങ്ങി. ആ ശബ്ദം ആകാശം മൊത്തം മുഖരിതമായി. മ്യൂട്ട് ചെയ്യണേ. ഗതാപാണൗദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ. ഉന്നതഗതോ ഗൃഹീത. അതായത് ഒരു ഉന്നത ഗത കൈക്കൊണ്ടവനായി. നിയുക്തേന ക്രീഡൻ. യുദ്ധത്തിന് വേണ്ടി നിയുക്തേന ക്രീഡൻ കഠകട രവോത്കുഷ്ടവീയത. ഒരു കളിയായിട്ട് തന്നെ യുദ്ധം തുടങ്ങി എന്ന് പറയാണ്. രണാലോക ഉത്സുഖ്യാത്. രണം യുദ്ധം, ആലോകം കാണുന്നതിന് വേണ്ടി. ഒറ്റ വാക്കാത്. രണാലോക ഔത്സുഖ്യാത്. ആ യുദ്ധം ഒന്ന് കാണാൻ വലിയ താല്പര്യമാണല്ലോ. ഇത്രയും വലിയൊരു യുദ്ധം കാണാനായിട്ട് കൊതി കാണത്തില്ലേ? അന്നേരം ദേവന്മാരെല്ലാം അത് കാണാൻ വന്നു എന്ന് പറയുകയാണ്. ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പം അവരെല്ലാം വന്ന് കാണും. അവർക്കതൊക്കെ ഒരു രസമാ. അതാണ് രണാലോക ഔത്സുഖ്യാത്. ഔത്സുഖ്യം എന്ന് വെച്ചാൽ താല്പര്യം. രണം, യുദ്ധം കാണുന്നതിനുള്ള താല്പര്യം കൊണ്ട് മിളതി സുരസംഘേ. അവരെല്ലാം മിളതി എന്ന് വെച്ചാൽ ഒത്തുചേർന്ന്. എല്ലാ ദേവന്മാരും നാനാദിക്കുകളിൽ നിന്നും ആകാശദേശത്തൊക്കെ വന്ന് ഭഗവാനും ഈ ഹിരണ്യാക്ഷനും തമ്മിലുള്ള യുദ്ധം കാണാൻ അങ്ങ് നിരന്നു. അതാണ് മിളതി, ഒത്തുകൂടി. ആ പദം നോക്കിക്കൊള്ളണം. രണാലോകം ഔത്സുഖ്യാത് മിളതി. എല്ലാം നമ്മൾ ചൊല്ലുമ്പോ ആ പദങ്ങൾ മനസ്സിലാക്കി ചൊല്ലിക്കൊള്ളണം. രണാലോകാത് ഔത്സുഖ്യാത് മിളതി സുരസംഘേ. സുരന്മാരെന്ന് വെച്ചാൽ ദേവഗണങ്ങൾ, സംഘം ഗണം. ദേവഗണങ്ങളെല്ലാം ഒത്തുകൂടി ഈ രണം കാണാനുള്ള ഉത്സുകത കൊണ്ട്, താല്പര്യം കൊണ്ട്. ദ്രുതമമും നിരുന്ധ്യാ സന്ധ്യാത പ്രഥമം ഇതി ധാത്രാ ജഗദിഷേ. അന്നേരം അവിടെ വന്നുകൂടിയ ദേവന്മാരിൽ ധാതാവും ഉണ്ട്. ധാതാവ് എന്ന് വെച്ചാൽ സാക്ഷാ പുള്ളിക്കാരനാണല്ലോ ഇതിന്റെ ആവശ്യക്കാരൻ. ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാന്റെ ഒക്കെ ചെന്നത് ഈ ബ്രഹ്മാവല്ലേ. അതിനാ ബ്രഹ്മാവ് ഭഗവാൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കാണ്. എന്താണ്? ദ്രുതം, പെട്ടെന്ന് തന്നെ. അമു എന്ന് വെച്ചാൽ ഇവനെ, ഈ ഹിരണ്യാക്ഷനെ, അമ്മും ഇവനെ നിരുന്ധ്യാ സന്ധ്യാത പ്രഥമം. സന്ധ്യയ്ക്ക് മുമ്പേ ഇവനെ വകവരുത്തണം എന്നൊരു ഉപദേശം ആര് കൊടുത്തു? ധാതാവ് കൊടുത്തു. കാരണം ഈ സന്ധ്യ ആയി കഴിയുമ്പോൾ ഇവന്റെ ശക്തിയൊക്കെ കൂടും. ബ്രഹ്മാർക്കൊക്കെ ഒരുപാട് വരങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ തട്ടിയേക്കണമെന്ന് ബ്രഹ്മാവ് പതുക്കെ ഭഗവാന്റെ ഒക്കെ പറഞ്ഞു. അതാണ് നിരുന്ധ്യാ സന്ധ്യാത പ്രഥമം. പ്രഥമം എന്ന് വെച്ചാൽ സന്ധ്യയ്ക്ക് മുമ്പേ നിരുന്ധ്യ വധിച്ചാലും ഇതി ഇപ്രകാരം ധാതാവിനാൽ ജഗദിഷേ പറഞ്ഞു. ധാതാവ് ഇപ്രകാരം ഭഗവാനോടൊക്കെ പറഞ്ഞു. അതായത് ഇവനെ സന്ധ്യയ്ക്ക് മുമ്പേ വകവരുത്തണം എന്നൊരു ഉപദേശം കൊടുത്തു. ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യം നടക്കും. ഗതാപാണോ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുക്തേന ക്രീഡൻ കഠകട രവോത് ഉത്കുഷ്ടവീയത. വീയത്തെന്ന് വെച്ചാൽ ആകാശം, ഉത്കുഷ്ടം എന്ന് വെച്ചാൽ മുഴങ്ങുന്ന, മാറ്റൊലിക്കൊള്ളുന്ന
ഈ കട്ടക്കട്ട രവം, കട്ടക്കട്ട ശബ്ദം. രണാലോക ഔത്സുക്യാത്, അലോകം എന്ന് വെച്ചാൽ നോക്കുന്നതിന്, കാണുന്നതിന് വേണ്ടി ഉത്സുകരായിട്ട്, താല്പര്യമുള്ളവരായിട്ട്, മിളതി സുരസംഘേ, സുരഗണങ്ങളെല്ലാം ഒത്തുചേർന്നു. ഉടനെ ദ്രുതം അമും നിരുന്ധ്യ, ഇവനെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം. ദ്രുതം, പെട്ടെന്ന് ഇവനെ നിരുന്ധ്യ, ഇല്ലാതാക്കണേന്ന് ധാത്രാ ജഗതിഷേ, ബ്രഹ്മാവ്, സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ ഭഗവാനോട് പറഞ്ഞു. എപ്പം? സന്ധ്യാതപ്രഥമം, സന്ധ്യ ആവുന്നതിന് മുമ്പേ ഇയാളെ വധം നടത്തണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞു എന്ന് പറയാണ്. ഇതൊന്നുകൂടെ ചൊല്ലാം. ഗതാവാണവോ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുക്തേന ക്രീഡൻ കടകടരവോത്കുഷ്ടവിയത രണാലോക ഉത്സുക്യാത് വിളതി സുരസംഘേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാധ പ്രഥമമിതി ധാത്രാ ജഗതിഷേ. മനസ്സിലായല്ലോ? സംശയം നമുക്ക് തീർത്തു വരുമ്പോൾ കുറേയും കൂടെ ക്ലിയർ ആവും. അഞ്ചാമത്തത് ഇനിയും യുദ്ധം തന്നെ. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ചഠിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യത്വം ധനുജകുല നിർമൂലന ക്ഷണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുജിഷേ. എന്താ സംഭവിച്ചൊന്ന് നോക്കാം. ഗതോന്മർദ്ദേ, ഉന്മർദ്ദം എന്ന് വെച്ചാൽ സംഘട്ടനം, ഈ ഗത കൊണ്ടുള്ള സംഘർഷം, സംഘട്ടനം, യുദ്ധം. തസ്മിൻ, ആ രഥ കൊണ്ടുള്ള യുദ്ധത്തിൽ, തവ ഖലു ഗദായാം, തവ അങ്ങയുടെ, ഖലു അല്ലയോ, അങ്ങയുടെ ഗത എന്ത് ചെയ്തു? ഗദായാം ദിദിഭുവോ ഗദാഘാതാത്, അതായത് ഈ ഹിരണ്യാക്ഷന്റെ അടി കൊണ്ട്, ഗദാഘാതം, ഗത കൊണ്ടുള്ള അടി കൊണ്ട് അങ്ങയുടെ ഗതയല്ലയോ എന്ത് സംഭവിച്ച്? ഭൂമൗ ചടിതി പതിതായാം, ഭൂമിയിൽ വീണു എന്ന് പറയാണ്. പതിച്ചതായിട്ട് വന്നു. അതായത് ഈ ഹിരണ്യാക്ഷന്റെ അടി ഏറ്റ് ഭഗവാന്റെ ഗത തെറിച്ചു പോയി ഭൂമിയിൽ വീണു. ഇയാള് മോശക്കാരനല്ലല്ലോ ഹിരണ്യാക്ഷൻ. ഭയങ്കര യുദ്ധമാണ് നടക്കുന്നത്. ഭഗവാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയ്ക്ക് ഭഗവാൻ ഇയാളെ രൂക്ഷമായ അടിയേറ്റ് ഭഗവാന്റെ ഗത തെറിച്ചുപോയി. ഗതോന്മർദ്ദേ തസ്മിൻ, തസ്മിൻ ഗതോന്മർദ്ദേ, ആ ഗതായുദ്ധത്തിൽ, തവ ഗതായാം ദിദിഭുവോ, ദിദിഭുവോ എന്ന് പറഞ്ഞാൽ ദിദിയുടെ ദിദിജൻ എന്നുള്ള അർത്ഥത്തിൽ, ദിദി അസുരൻ എന്നുള്ള അർത്ഥത്തിലാണ്. ദിദി എന്ന് ജനിച്ചവൻ തന്നെയാണ് ദിദിഭുവോ. ഗതാഘാത, അയാളുടെ ഗതയുടെ ആഘാതം കൊണ്ട് അടിയേറ്റ് ഭൂമൗ ചടിതി പതിതായാം, പെട്ടെന്ന് തന്നെ ഭൂമിയിൽ പതിച്ചതായി മാറി. അഹഹോ, ഒരു കഷ്ടം തന്നെ പട്ടതിരിയേറി അങ്ങ് പറഞ്ഞു പോയി. ഭഗവാന്റെ ഗത തെറിച്ചു പോയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? അതാണ് അഹഹോ മൃദുസ്മേരാസ്യത്വം. പക്ഷേ ഭഗവാൻ ഒരു കുലുക്കവും ഇല്ല. ഭഗവാൻ എന്ത് ചെയ്തു? മൃദുസ്മേരാസ്യം, ഒരു മന്ദ ചിരിയോടുകൂടി. സ്മേരം എന്ന് വെച്ചാൽ പുഞ്ചിരി, ആസ്യം എന്ന് വെച്ചാൽ മുഖം, ഒരു പുഞ്ചിരിച്ച മുഖത്തോടു കൂടിയാണ് ഭഗവാൻ ഇത് നേരിടുന്നത്. അന്നേരം ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള ആ ഒരു കഴിവ് നമുക്കും ഉണ്ടാവണേ. കാരണം എന്തെല്ലാം അല്ലെ, മറ്റവരെല്ലാം ഭയന്നു പോയില്ലേ. എഴുതിയ കവി തന്നെ ഭയന്ന് വിളിക്കുകയാണ്, അയ്യോ ഭഗവാന്റെ ഗത അങ്ങ് താഴെ പോയി. ഭഗവാൻ ഒരു കുലുക്കവും ഇല്ല. മൃദുസ്മേരാസ്യത്വം, ഒരു ചെറു പുഞ്ചിരിയോടുള്ള മുഖത്തോടു കൂടിയവനായ അങ്ങ് ധനുജകുല നിർമൂലന ക്ഷണം മഹാചക്രം സ്മൃത്വ. ഭഗവാൻ അപ്പൊ എന്ത് ചെയ്തു? ഈ ധനുജകുല നിർമൂലന ക്ഷണം. ക്ഷണം എന്ന് വെച്ചാൽ അവിടെ സാമർഥ്യമുള്ളതെന്നാ. അതായത് ഈ ഇവരാണല്ലോ അസുരന്മാരെ എല്ലാം കൊല്ലാൻ സാമർഥ്യമുള്ള ആ ചക്രം, ഇത് ഭഗവാന്റെ സുദർശന ചക്രമാണ്. അതിനെ സ്മൃത്വ, സ്മരിച്ചു എന്ന് പറയുകയാണ് ഈ സമയത്ത്. ഗത തെറിച്ചു പോയില്ലേ, ഇനി ഭഗവാൻ വേറൊരു ആയുധം എടുക്കണ്ടേ. അതാണ് മൃദുസ്മേരാസ്യത്വം ധനുജകുല നിർമൂലന ക്ഷണം, അതാ ചക്രത്തിന്റെ വിശേഷണമാണ്. അതായത് ഈ ധനുജകുലത്തെ മൊത്തം, ധനുജകുല നിർമൂലം, വേരോടുകൂടി ഇല്ലാതാക്കുന്നതിന് സാമർഥ്യമുള്ള നിർമൂലന ക്ഷണം മഹാചക്രം. സുദർശന ചക്രം തന്നെ ആയിരിക്കും. ആ സുദർശന ചക്രം സ്മൃത്വ, മനസ്സിൽ ചിന്തിച്ചപ്പം തന്നെ കരഭുവി ദദാനോ, ഭഗവാന്റെ കയ്യിൽ ആ സുദർശന ചക്രം പ്രത്യക്ഷപ്പെട്ടു. രുചിജിഷ എന്ന് വെച്ചാൽ ശോഭിച്ചു. എന്നിട്ട് ആ സുദർശന ചക്രത്തോടുകൂടി നിൽക്കുന്ന ആ ഭഗവാന്റെ ഭംഗി നമ്മൾ ആലോചിക്കണം അല്ലേ. ആ ഗത പോയപ്പോൾ ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ തൻ്റെ ആ ആയുധമായിരിക്കുന്ന സുദർശന ചക്രത്തെ ഓർത്തിട്ട് ആ തൻ്റെ കയ്യിൽ അത് ധരിച്ച് ശോഭിച്ചു എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം.
ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗതായാം ദിരിഭുവോ ഗതാഘാതാത്. ഗതാഘാതം എന്ന് വെച്ചാൽ ഗത അടിയുണ്ട്. ഭൂമൗ ചടിതി, ഭൂമിയിൽ പെട്ടെന്ന് തന്നെ പതിതായാം, പതിക്കപ്പെട്ടതായി മാറി. അഹഹഭോ, കഷ്ടം എന്നുള്ള രീതിയിൽ ഭട്ടതിരി പറയുക. മൃദുസ്മേരാസ്യത്വം, ആസ്യം മുഖം, ഒരു ചെറു പുഞ്ചിരിയോടുകൂടിയുള്ള മുഖത്തോടുകൂടി ധനുജകുല നിർമൂലന ചണം, ഈ അസുരക്കൂട്ടത്തെ മൊത്തം ഇല്ലായ്മ ചെയ്യുന്നതിന് സാമർഥ്യമുള്ള മഹാചക്രം, ആ വലിയ ചക്രം സ്മൃത്വ, ഭഗവാൻ മനസ്സിലാ സങ്കല്പിച്ചതേ ഉള്ളൂ. കരഭുവിദത, കരഭുവി എന്ന് വെച്ചാൽ കരത്തിൽ, കയ്യിൽ, ദധാനോ ദധാനഹ രുരുചിരി, അങ്ങനെ ധരിക്കുന്നവനായി ശോഭിച്ചു എന്നാ പറയുന്നത്. ആ സുദർശനചക്രധാരിയായി ഭഗവാൻ ശോഭിച്ചു. ഇത്രയാണ് ആ സംഭവം. ഇന്നിവിടെ ചൊല്ലാം. ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗതായാം ദിരിഭുവോ ഗതാഘാതാത് ഭൂമൗ ചടിതി പതിതായാമഹഹഭോ മൃദുസ്മേരാസ്യത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോ രുരുചിഷേ. രുരുചിഷേ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു. ഭഗവാൻ അത് ധരിച്ച് ശോഭിച്ചു എന്നുള്ള അർത്ഥമാണ്. അന്നേരം 6ാമത്തെ ശ്ലോകം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്വാം സമതനോത് ഗളന്മായേ മായാ ത്വയികില ജഗന്മോഹനഗരി. യുദ്ധം പിന്നെ അങ്ങ് കൊടുമ്പിരി കൊള്ളുകയാണേ. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി. തതഹ, അനന്തരം, ശൂലം, ശൂലം, വേറൊരു ശൂലം എടുത്താര് ഹിരണ്യാക്ഷൻ. അതാണ് തതഹ, അനന്തരം, ശൂലകാലപ്രതിമ ഋഷി. ഇവിടെ പ്രതിമ എന്ന് വെച്ചാൽ തുല്യം, കാലന് തുല്യനായ രോക്ഷത്തോടുകൂടി. കാലൻ എപ്പോഴും ഒരു രോക്ഷഭാവമല്ലേ, അല്ലെങ്കിൽ പ്രളയാഗ്നി എന്നെടുക്കാം കാലം. എന്തായാലും കാലന്റെ ആ രൗദ്രഭാവത്തോടുകൂടി ആര് ചെയ്തു? ദൈത്യേ വിസൃജതി. വിസൃജതി എന്ന് വെച്ചാൽ എറിഞ്ഞു, പുറപ്പെടുവിച്ചു. അതായത് ഒരു ശൂലം എടുത്ത് ഭഗവാന്റെ നേരെ ഒരു എറിയം കൊടുത്തു. തദശൂലം കാലപ്രതിമ ഋഷി, കാലനോട് സാമ്യമുള്ള ആ ഒരു ദേഷ്യഭാവത്തോടുകൂടി ദൈത്യേ വിസൃജതി. ആ ദൈത്യനത് പ്രയോഗിച്ചപ്പോൾ, ഒരു ശൂലം ഭഗവാന്റെ നേരെ എടുത്ത് പ്രയോഗിച്ചപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ത്വയി ചിന്തതീയേനത്, അത് മുറിച്ചു. ചിന്തതി എന്ന് വെച്ചാൽ മുറിച്ചു. ഏനത്, അതിനെ മുറിച്ചു. ത്വയി, അങ്ങ്. കരകലിത ചക്രപ്രഹരണാത്, കരകലിതം, ഭഗവാന്റെ കയ്യിൽ ചക്രം വന്നെന്ന് പറഞ്ഞില്ലേ, ആ ചക്രം കൊണ്ട് ആ ശൂലത്തെ മുറിച്ചു. ആ ചക്രം എടുത്ത് എറിഞ്ഞപ്പോഴത്തേക്ക് ഈ ഹിരണ്യാക്ഷന്റെ ആ ശക്തമായ വേല് ഛിന്ന ഭിന്നമായി പോയി. എന്താണ്? തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത് കരകലിത ചക്രപ്രഹരണാത്. ചക്രം പ്രഹരിച്ചു, ചക്രം കൊണ്ടുള്ള പ്രഹരണം കൊണ്ട്, അതായത് ചക്രം പ്രയോഗിച്ചപ്പോൾ ചക്രം കൊണ്ട് ആ ശൂലത്തെ മുറിച്ചു എന്ന് പറയാണ്. ചിന്തതി ഏനത്. അപ്പൊ അതങ്ങനെ പിരിക്കണം. ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യ. തന്റെ ആ ശൂലവും കൂടെ മുറിക്കപ്പെട്ടപ്പോഴത്തേക്ക് ഇവൻ ക്രോധം കൊണ്ടങ്ങ് മൂത്തവനായി. ആര്? ഹിരണ്യാക്ഷൻ. അതാണ് സമാരുഷ്ടോ. ആ ക്രോധം കൊണ്ട് വളരെ ഇതായിട്ടുള്ള ഭാവത്തിൽ വന്നിട്ട് മുഷ്ട്യാസകലു വിദുദം സ്വാം, കൈ കൊണ്ട് ഇടി തുടങ്ങി. മുഷ്ടി കൊണ്ട് ഭഗവാനെ വിദുനെ ഉപദ്രവിക്കുന്നവനായിട്ട് മാറി. ഹിരണ്യാക്ഷന്റെ ശക്തി നമുക്കറിയാമല്ലോ. കാരണം അയാൾ നടന്നപ്പോഴത്തേക്ക് സമുദ്രജലയുടെ ജങ്കവരേ ഉള്ളൂ. അന്നേരം മുഷ്ടിക്കൊക്കെ എന്തൊരു കരുത്തായിരിക്കും. ആ കരുത്തുകൊണ്ട് ഭഗവാനെ ഇടിക്കാൻ തുടങ്ങി. സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്വാം, വിദുതൻ അങ്ങേ ഉപദ്രവിക്കുന്നവനായി. സമതനോദ്ഗളന്മായേ മായ ത്വയികില ജഗന്മോഹനഗരി. ഇവൻ മായാവിയല്ലേ, ഇവൻ ഇതല്ലേ, ദൈത്യനല്ലേ. അയാൾ എന്ത് ചെയ്തു? മായാത്വയികില സമതനോത്, പലതരം മായാപ്രകടനങ്ങളും നടത്തി ഭഗവാനെ തോപ്പിക്കാൻ വേണ്ടി. പക്ഷെ ഭഗവാൻ ആരാണ്? ഗളന്മായേ, മായയുടെ സ്പർശം പോലും ഇല്ലാത്തവനാണ് ഭഗവാൻ. ആ ഭഗവാന്റെ അടുക്കെ
ഈ മായാപ്രയോഗം നടത്തിയോണ്ട് കാര്യമുണ്ടോ? വേലപ്പനോട് നമ്മൾ പറയത്തില്ലേ, അതാണ് മായയിൽ നിന്ന് വിമുക്തനാവണ ഭഗവാൻ. അന്നേരം മായയിലെ ഒരു പ്രയോഗവും അവിടേക്കില്ല. അതാണ് ഗളന്മായേ, മായ പോയവനായ, മായ ഇല്ലാത്തവനായ ഭഗവാനിൽ ഇയാള് സമതനോത് മായ, പലതരം മായ. ഇങ്ങനെയുള്ള മായകൾ ജഗന്മോഹനകരി എന്ന് വെച്ചാൽ, ജഗന്മോഹനരി എന്ന് വെച്ചാൽ ജഗത്തിനെ മൊത്തം ഭ്രമിപ്പിക്കുന്നതായിട്ടുള്ള മായ, ലോകം മൊത്തം പരക്കുന്ന ശസ്ത്രവിദ്യ, പല രീതിയിലുള്ള മായാപ്രകടനം ഉണ്ടല്ലോ. അതൊക്കെ ഇവർ കാണിക്കും. അതൊക്കെ ആരുടെയൊക്കെ പ്രയോഗിക്കാൻ പറ്റും? ഭഗവാന്റെ ഒക്കെ പറ്റുമോ? ഭഗവാൻ ഈ മായയുടെ അതീതനാണ്. മായാതീതനായിരിക്കുന്ന ഭഗവാന്റെ അടുക്കെ ഈ ഹിരണ്യാക്ഷൻ ജഗന്മോഹനകരി, ലോകത്തെ മൊത്തം മയക്കുന്നതായ പല മായകളും സമതനോത് ചെയ്തു എന്ന് പറയുകയാണ്. അതൊന്നും ഏക്കുന്നില്ല. അതാണ് ഗളന്മായേ തൊയ്. അത് ഇയാൾക്ക് അറിഞ്ഞൂടാ. ഇയാളെ പ്രയോഗങ്ങളൊക്കെ മായാതീതനായിരിക്കുന്ന ഭഗവാനിലൊന്നും ഏക്കില്ലല്ലോ. അതറിയാതെ ഇയാള് ജഗന്മോഹനകരിയായിരിക്കുന്ന പല മായകളും ഭഗവാനിൽ പ്രയോഗിച്ചു എന്ന് പറയാണ്. തതശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി, തതശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി, ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യ സകലു വിദുതൻ സ്വാം സമതനോത്, ഗളൻ മായേ മായാ തൊയ്കില ജഗന്മോഹനകരി. ഇനി അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്, ശ്രദ്ധിക്കണം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി. ആ കാലനെ പോലെ സംഹാരരുദ്രനായിട്ടിരുന്നിട്ട് ആ ശൂലം ഭഗവാന്റെ അടുക്ക നേരത്ത് പ്രയോഗിച്ചപ്പോൾ തൊയ് അങ്ങ് ഏന ചിന്തതി, അതിനെ മുറിച്ചു കളഞ്ഞല്ലോ. ഏതുകൊണ്ട്? കരകലിത ചക്രപ്രഹരണാത്, അങ്ങയുടെ കയ്യിൽ നേരത്തെ ആ ലസിച്ചു കൊണ്ടിരുന്ന സുദർശന ചക്രം കൊണ്ട് അതെറിഞ്ഞിട്ട്, അതിന്റെ പ്രകരണം കൊണ്ട് ആ ഹിരണ്യാക്ഷന്റെ ശൂലത്തെ മുറിച്ചു. സമാരുഷ്ടോ, അത് കണ്ടപ്പോൾ ഭയങ്കരമായ ദേഷ്യമുണ്ടായി. മുഷ്ട്യാസകലു വിദുതം സ്വാം, മുഷ്ടി കൊണ്ട് അങ്ങേ ഉപദ്രവിക്കാൻ ഈ ഹിരണ്യാക്ഷൻ തുടങ്ങി. സമതനോത്, അത് ഭട്ടതിരിയുടെ പ്രയോഗമാണ്. സമതനോത് ഗളന്മായേ മായ, മായയ്ക്ക് അതീതനായിരിക്കുന്ന അങ്ങയിൽ പലതരം ജഗന്മോഹനകരി മായ സമതനോത് ഈ ഹിരണ്യാക്ഷൻ പ്രയോഗിച്ചു എന്ന് പറയുകയാണ്. അത്രയേ ഉള്ളൂ. തതശൂലം കാല പ്രതിമരുഷി ദൈത്യേ വിസൃജതി, ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യ സകലു വിദുതം സ്വാം സമതനോത്, ഗളന്മായേ മായ ത്വയികില ജഗന്മോഹനകരി. നല്ല മനോഹരമായ ശ്ലോകങ്ങളാണ്. അടുത്തത് 7. ഇനി എന്താണ്? ഇതിന്റെ അവസാനം ആവണമല്ലോ. ഇത്രയൊക്കെ യുദ്ധം വർണ്ണിച്ചു കഴിഞ്ഞിട്ട് ഈ ഹിരണ്യാക്ഷന്റെ വധം പറയുന്ന ശ്ലോകമായതേ. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തതോ മായാചക്രേ വിതതകനരോഷാന്ധമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുതേ തതോ മായാചക്രേ. തതഹ എന്ന് വെച്ചാൽ അനന്തരം. മായാപ്രയോഗം ഉണ്ടല്ലോ, മായാചക്രം. ഈ ധനുജനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ പ്രയോഗിച്ച മായാചക്രം ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുതേ. ഭഗവാന്റെ ആ സുദർശന ചക്രത്തിന്റെ ആ ഒരു ശോഭയുണ്ടല്ലോ, ജ്യോതിസ്, അതാണ് ഭവചക്രജ്യോതിസ്. അങ്ങയുടെ ആ ചക്രത്തിന് ചുറ്റുമുള്ള ആ പ്രഭാവലയം, അതാണ് ഭവചക്രജ്യോതിഷ് കണം. അതിന്റെ ഒരു ചെറിയത് മതി, കണലവം. ആ പ്രഭാപൂരത്തിന്റെ ഒരു ചെറിയ കണിക കൊണ്ട് നിപാതേന വിദുതേ, അതിന്റെ ചെന്ന് പതിച്ചപ്പോൾ, അതായത് ഇയാൾ പ്രയോഗിച്ച മായാപ്രയോഗങ്ങളൊക്കെ ഭഗവാന്റെ ആ സുദർശന ചക്രത്തിൽ നിന്ന് വരുന്ന ആ ജ്യോതിസ് കൊണ്ട് വിദുതേ അകറ്റപ്പെട്ടു എന്ന് പറയുകയാണ്. അതായത് ഭഗവാൻ ആ മായയെല്ലാം അതിജീവിച്ചു എന്ന്. അത് ഭഗവാന്റെ ഈ സുദർശന ചക്രത്തിന്റെ മഹത്വം കൂടെ പറയാൻ വേണ്ടിയാണ്. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ, ഇതെന്ന് വെച്ചാൽ അകറ്റപ്പെട്ടപ്പോൾ. തതോ തതോ നാദ്യം, അനന്തരം ആ മായാചക്രം ഭഗവാന്റെ ഈ ചക്രത്തിന്റെ ജ്യോതിഷ്കണം ലവം കൊണ്ട് അകറ്റപ്പെട്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? വിധതകന രോഷാന്ധമനസം, ആ വീര്യം ഇങ്ങനെ ദേഷ്യം കൂട്ടി വരിക. നേരത്തെ തന്നെ ജോലി അറിഞ്ഞപ്പം തന്നെ
പറഞ്ഞു ദേഷ്യം കൂടുതലുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ എന്താണ്? വിതത ഘനം. വിതതം എന്ന് വെച്ചാൽ അങ്ങ് വ്യാപിച്ചു. ഘനം എന്ന് വെച്ചാൽ ഉൾക്കട്ടി. ആ ദേഷ്യത്തിന്റെ ഒരു തീഷ്ണത കാണിക്കാനാണ്. വിതത ഘന രോഷം അന്ധമനസം. അയാൾക്ക് പിന്നെ ഒരു ഇതുമില്ല, മനസ്സും എല്ലാം കലങ്ങിപ്പോയി ദേഷ്യം കൊണ്ട്. കാണാൻ വയ്യാത്ത രീതിയിലുള്ള ആ രോഷാന്ധനായി നമ്മൾ പറയത്തില്ലേ, ആ കോപാന്ധനായി തതോമായാചക്രേ വിതതകന രോഷാന്തമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭീ. ഗരിഷ്ടം എന്ന് വെച്ചാൽ അടുത്ത, വലിയ. വീണ്ടും മുഷ്ടി, കയ്യിലുണ്ട്, ഊക്കുണ്ടല്ലോ, കയ്യൂക്കുണ്ടല്ലോ, അത് വെച്ചു ഭഗവാനെ. ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതി എന്ന് വെച്ചാൽ പ്രഹരം. കനത്ത ഇടി അങ്ങോട്ട് തുടങ്ങി. അയാളെ ആ ദേഷ്യം കൊണ്ട് നിയന്ത്രിക്കാൻ വയ്യാതിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ ഭഗവാന് ഗരിഷ്ടാഭിർമുഷ്ടി, ആ വലിയ മുഷ്ടി കൊണ്ട്, പക്ഷിയുടെ പ്രഹരം കൊണ്ട് അഭിഗ്നന്തം, ഇടിക്കുന്നവൻ. അഭിഗ്നം എന്ന് വെച്ചാൽ അടിക്കുന്നവൻ ആയി. ഭഗവാൻ മുഷ്ടി കൊണ്ട് അടി ഇടിയൊക്കെ അങ്ങോട്ട് ഇയാള് തുടങ്ങി ഹിരണ്യാക്ഷൻ. അസുരം, ആ അസുരനെ സ്വപാദാങ്കുഷ്ടേന, തൻ്റെ സ്വന്തം പാദത്തിന്റെ ആ പെരുവിരൽ കൊണ്ട്, അതായത് വരാഹത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്തു? ശ്രവണപദമൂലേ നിരവധി, ഒറ്റ അടി കൊടുത്തു ഭഗവാൻ. തൻ്റെ ആ പെരുവിരൽ കൊണ്ട് ഈ ഹിരണ്യാക്ഷന് ഒരടി കൊടുത്തു. ഇവിടെ നമ്മൾ ഈ കരണക്കുറ്റി എന്ന് പറയുന്നില്ല, അതായത് ചെവിയുടെ ആ താഴെ ഒറ്റ അടി കൊടുത്തു. അതാണ് അവധി എന്ന് പറയുന്നത്. നിരവധി ഒരു വീക്ക് കൊടുത്തു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നല്ല ശക്തിയായ ഒരടി അങ്ങ് കൊടുത്തു. ഭവച്ചക്രജ്യോതിഷ്കണലപനിപാതേന വിദുതേ തതോ മായാചക്രേ വിതതകന രോഷാന്ധമനസം. അതായത് പ്രയോഗമാണ്. തന്റെ ഈ മായാപ്രകടനമെല്ലാം ഭഗവാന്റെ ആ ചക്രത്തിന്റെ ജ്യോതിസ് കൊണ്ട് അകറ്റപ്പെട്ടപ്പോൾ ഇയാൾ രോഷാന്ധമനസനായി, കണ്ട് എന്താണ്, ദേഷ്യം കൊണ്ട് ഒന്നും കാണാൻ വയ്യാത്തവനായിട്ട് ഗരിഷ്ടം. ഗരിഷ്ടം എന്ന് വെച്ചാൽ വലിയ കൈമുഷ്ടി, നല്ല പെരുത്ത മുഷ്ടി കൊണ്ട് ഭഗവാനെ പ്രഹരിച്ചു. അതാണ് ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതി. കനത്ത മുഷ്ടിയുടെ പ്രകരം കൊണ്ട് അഭിഗ്നന്തമസുരം, തന്നെ അടിക്കുന്നവനായ അസുരനെ സ്വപാദാങ്കുഷ്ടേന, തന്റെ പാദത്തിന്റെ അങ്കുഷ്ടം പെരുവിരൽ കൊണ്ട് ശ്രവണപദം, ശ്രവണം ചെവിക്കുറ്റി, അതാണ് അതിന്റെ താഴെ മൂലെ, അതാണ് ശ്രവണപദ മൂലെ, അതിന്റെ താഴെ നിരവധി. നിരവധി എന്ന് പറഞ്ഞാൽ ഒറ്റ അടി. അവിടെ തീർന്നു, അവന്റെ പരിപാടി കഴിഞ്ഞു. ഇതാണ് നിരവധി എന്ന് പറയുന്നത്. ഇതാണ് ഹിരണ്യാക്ഷന്റെ വധം. ഭവച്ചക്രജ്യോതിഷ്കണലപനിപാതേന വിദുതേ തതോ മായാചക്രേ വിതതകന രോഷാന്ധമനസം. വിതതഘനം, ഇതൊക്കെ ആ ദേഷ്യത്തിന്റെ കാണിക്കാനാണ്. വ്യാപിച്ച് സാന്ദ്രമായിരിക്കുന്ന ആ ദേഷ്യം. വിതതഘന രോഷ അന്ധമനസം. ദേഷ്യം വരുമ്പോൾ ശക്തിയുടെ ഇത് കൂടുമല്ലോ, അതൊക്കെ പറയാൻ വേണ്ടിയാണ് ആ ദേഷ്യം വർദ്ധിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ദേഷ്യം വർദ്ധിച്ചപ്പോൾ ഇയാൾ ഗരിഷ്ടാഭിർമുഷ്ടി പ്രകാരം, നല്ല വലിയ മുഷ്ടികൾ കൊണ്ട് ഭഗവാനെ അഭിഗ്നന്തമസുരം, അടിക്കുന്ന ആ അസുരനെ സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. അത്രയുള്ളൂ. ഇതാണ് ആ ശ്ലോകം. ജ്യോതിഷ്കണലപനിപാതേന വിദുതേ തതോ മായാചക്രേ വിതതകന രോഷാന്ധമനസം ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഗ്നന്തമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. 8ാമത്തെ ശ്ലോകം. ഇനി ഈ അടി കൊണ്ട് എന്താണ് ഇയാൾക്ക് സംഭവിച്ചതെന്ന്, ഹിരണ്യാക്ഷൻ സംഭവിച്ചെന്താണെന്ന് പറയാണ്. മഹാകായസോയം തപചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്രാദപദൃഷിഭിർശ്ലാഘിതഹതി തദാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭിർസ്തുതിഭിർ അനുവൻ അധ്വരതനും. മഹാകായസോയം, മഹാകായനാണല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അയാളുടെ ശരീരത്തിന്റെ ഒരു ഷേപ്പ്. മഹാകായൻ, വലിയ കായൻ ശരീരം, വലിയ ശരീരമുള്ളവനായ സായം, ഈ അവൻ, അതായത് ഹിരണ്യാക്ഷൻ. സ്വയം, ആ ഇവൻ ഏതാണ്? തപചരണപാദ പ്രമഥിത,
അങ്ങയുടെ ആ ചരണപാദം അടിയുണ്ടല്ലോ, ആ ചരണം കൊണ്ടുള്ള ആ അടി കൊണ്ട് ചതയ്ക്കപ്പെട്ടവനായി എന്ന് പറയണം. അത്ര ശക്തിയായ അടിയാ കൊടുത്തത്. പ്രമഥിതനായി മാറി എന്ന് പറയാണ്, ചതച്ചരയ്ക്കപ്പെട്ടവനായി ഈ അടിയുണ്ട്. ഈ മഹാകായനായിരിക്കുന്ന ഹിരണ്യാക്ഷൻ. മഹാകായസോയം തപ ചരണപാദ പ്രമഥിത ഗളദ്രക്തോ വക്രാത്. വക്രം, വായിൽ നിന്നൊക്കെ, ഗളതെന്ന് വെച്ചാൽ ഒഴുകുന്ന, രക്തം ഒഴുകുന്നവനായി മാറി. ആട്ടിയുടെ ശക്തി എന്ന് നോക്കണേ. ഗളദ്രക്തോ, ഗളത് എന്ന് വെച്ചാൽ ഒഴുകുന്നവനായി, വക്രാത് വായിൽ നിന്ന് രക്തം ഒഴുകുന്നവനായി, അപതത് പതിച്ചു എന്ന് പറയാണ്, താഴെ വീണു. എത്രയും ഗംഭീരനായി നിന്ന ഹിരണ്യാക്ഷൻ ഭഗവാന്റെ ഒരു അടി കൊണ്ടപ്പോഴത്തേക്ക് അപതത് താഴെ വീണു. ഈർഷിഭിർശ്ലാഘിതഹതേ. ഈ ഋഷിമാരും ദേവന്മാരും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ അടിയെ ഇവരെല്ലാം പ്രശംസിച്ചു എന്ന് പറയുകയാണ്. അതായത് ഈ ഹിരണ്യാക്ഷന്റെ വധത്തെ ഈർഷിഭിർശ്ലാഘിതഹതി, ഋഷിമാരാൽ പുകഴ്ത്തപ്പെട്ട ആ വധത്തോടു കൂടിയവനായി, അതായത് ഭഗവാന്റെ ആ വീരകൃത്യത്തെ ഋഷിമാരെല്ലാം സ്തുതിച്ചു എന്ന് പറയുകയാണ്. അവർക്കെല്ലാം ഇയാൾ ഉപദ്രവകാരി അല്ലായിരുന്നോ, ഇയാൾ എല്ലാരെയും ഇങ്ങനെ വിരട്ടി നടക്കുമായിരുന്നു. അത് അവസാനിച്ചപ്പോഴത്തേക്ക് ഋഷിമാർക്കെല്ലാം ഭഗവാന്റെ ഈ വീരകൃത്യത്തിൽ സ്തുതിക്കാനാ തോന്നുന്നത്. മഹാകായസോയം തപചരണപാദ പ്രമതിതോ ഗളദ്രക്തോ വക്രാദപതത് ഈർഷിഭിർശ്ലാഘിത ഹതി. ശ്ലാഘിതം എന്ന് വെച്ചാൽ പുകഴ്ത്തപ്പെട്ട, ശ്ലാഘിക്കപ്പെട്ട ഹതി. ഇവിടെ വധം, ഹിരണ്യാക്ഷന്റെ വധം, ആ ഭഗവാന്റെ അടി, വധം. ആ അടിയിൽ അവരതെല്ലാം പ്രശംസിച്ചു. തഥാത്വാം ഉദ്ധാമപ്രമദഭര വിദ്യോതിഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിർസ്തുതിഭിർ അനുവൻ അധ്വരതനും. ഒറ്റയടിക്ക് പറയാ. തഥാ അപ്പോൾ, ത്വാം അങ്ങയെ, ഉദ്ദാമപ്രമദഭരം, പ്രമദം, ആ സന്തോഷത്തിന്റെ ആധിക്യമാണ് പ്രമദം. അതാണ് ഉദ്ദാമം എന്ന് വെച്ചാൽ അടങ്ങാത്ത. ഈ മുനിമാർക്കൊന്നും അടങ്ങാത്ത സന്തോഷം. അവരൊക്കെ സാധാരണ നിർമ്മമന്മാരാണേ. പക്ഷെ ഈ ഹിരണ്യാക്ഷൻ അത്രയും കുഴപ്പം കാണിച്ചവനുകൊണ്ടാണ് അവർക്ക് ഇയാളെ വധം കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അടക്കാൻ വയ്യാത്ത സന്തോഷം ഉണ്ടായി. അതാണ് ഉദ്ദാമപ്രമദ ഭരം. മക്കളെ കണ്ടോ, അടക്കാൻ വയ്യാത്ത സന്തോഷത്തിന്റെ ആധിക്യം, ഭരം. വിദ്യോതി ഹൃദയ, എന്റെ ഹൃദയം അതുവരെ മങ്ങിയായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴീ ഹിരണ്യാക്ഷന്റെ വധത്തോടുകൂടി അതെല്ലാം പ്രകാശിച്ചു, തെളിഞ്ഞു എന്ന് പറയുകയാണ്. മുനിമാരുടെ എല്ലാം തെളിഞ്ഞ ഹൃദയം. എന്നിട്ട് അവരെന്ത് ചെയ്തു? മുനീന്ദ്ര സാന്ദ്രാഭിർസ്തുതിഭിർ, ആ സാന്ദ്രമായ നല്ല വേദ മന്ത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ആ സ്തുതിയുണ്ട്. ആ ഭഗവാനെ ഇവരെല്ലാം സ്തുതിക്കുകയാണ്. ഇത്രയും വലിയൊരു വീരകൃത്യമല്ലേ ഭഗവാൻ ചെയ്തത്, ഈ ഹിരണ്യാക്ഷനെ ഇല്ലാതാക്കിയത്. അതാണ് മുനീന്ദ്ര സാന്ദ്രാഭിർസ്തുതിഭിർ. ഈ സാന്ദ്രമായ വേദമന്ത്രങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ സ്തുതി കൊണ്ട് അനുവൻ എന്ന് വെച്ചാൽ സ്തുതിച്ചു. അധ്വരതനും, ഇവിടാണ് അധ്വരതനുമായിട്ടാണ് ഭഗവാനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യജ്ഞസ്വരൂപൻ. അധ്വരം എന്ന് വെച്ചാൽ യജ്ഞമാണ്. ഒരു യജ്ഞവരാഹം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ഭഗവാന്റെ ഈ അവതാര യജ്ഞം നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ലോകനന്മയ്ക്കല്ലേ. ഇവിടെയും ഭഗവാൻ അവതാരം എടുത്തിരിക്കുന്നത് ലോകനന്മയ്ക്കാണ്. കാരണം ഇവരെല്ലാം ദേവന്മാരും മുനിമാരും എല്ലാം ആഹ്ലാദഭരിതരായില്ലേ. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ യജ്ഞവരാഹം എന്ന് പറയുന്നത്. യജ്ഞം ചെയ്യുന്നത് ലോകനന്മയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ഭഗവാൻ അവർ യജ്ഞവരാഹമാക്കി അവര് സ്തുതിച്ചു എന്ന് പറയാണ്. ഇനി അതെന്താണ് ആ യജ്ഞവരാഹം എന്ന് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയും. ഏതായാലും ആ യജ്ഞവരാഹമായിട്ടാണ് നമ്മൾ ഈ വരാഹമൂർത്തിയുടെ അവതാരം പറയുന്നത്. കാരണം അത്രയും ഒരു ഉപകാരപ്രദമായ അവതാരമായിരുന്നു ഭഗവാന്റെ യജ്ഞവരാഹം. മഹാകായസ്തോയം തപചരണപാദ പ്രമദിത ഗളദ്രക്തോ വക്രാത് അപതത്. ആ വാക്കുകളെല്ലാം തെറ്റിക്കാതെ നമ്മൾ തിരിച്ചോളണം. ഗളദ്രക്തോ രക്ത വക്രാത് അപതത് ഈർഷിഭി ശ്ലാഘിതഹതി. എല്ലാം കൂടെ ചേർത്ത ഗളദ്രക്ത വക്രാത്. വക്രാത് എന്ന് വെച്ചാൽ വായിൽ നിന്ന് ഗളം ഒഴുകുന്ന രക്തത്തോടു കൂടിയവനായി. ഗളദ്രക്തോ വക്രാത് അപതത് പതിച്ചു, താഴെ വീണെന്ന്. ഈർഷിഭിർശ്ലാഘിതഹതി. ഉടനെ തന്നെ ഋഷിമാരെല്ലാം പുകഴ്ത്തി ഭഗവാനെ. തഥാത്വാമുദ്ധാമ പ്രമദഭര വിദ്യോതിഹൃദ. എന്നിട്ട് അവര് ഭഗവാനെ സ്തുതിച്ചു. ആ സ്തുതി എന്തുകൊണ്ടാണ്? തെളിഞ്ഞ മനസ്സോടെ സ്തുതിക്കുമ്പോൾ, അത് ഈ മുനീന്ദ്രന്മാരാവുമ്പം ആ സ്തുതിക്ക് നല്ല പ്രാധാന്യം വരത്തില്ലേ. അവരുടെ ആ മനസ്സ് തെളിഞ്ഞുള്ള സ്തുതിയാണ് വരാഹമൂർത്തിക്ക് അവർ കൊടുത്തത്.
ഇതാണ് തഥാത്വാമുദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയ മുനീന്ദ്ര സാന്ദ്രാഭിർസ്തുതിഭിർ. ആ സാന്ദ്രങ്ങളായ സ്തുതികളെ കൊണ്ട് അനുവൻ സ്തുതിച്ചു അത്ഭരതനുമായിട്ട് ഭഗവാനെ. അതായത് യജ്ഞവരാഹമായിട്ട് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറയാ. ഒന്നുകൂടെ ചൊല്ലാം. മഹാകായ സോയം തവ ചരണപാദ പ്രമതിതോ ഗളദ്രക്തോ വക്ത്രാത് അപതത് ഋഷിഭിർശ്ലാഘിതഹതി തഥാ ത്വാമുദ്ദാമ പ്രമദഭര വിദ്യോതിഹൃദയ മുനീന്ദ്രാ സാന്ദ്രാഭിർ സ്തുതിഭിർ അനുവൻ അധ്വരതനും. അനുവൻ എന്ന് വെച്ചാൽ സ്തുതിച്ചു, അതാണ് അവിടെ ക്രിയ. അവര് അധ്വരതനുമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. 9-ാമത്തെ ശ്ലോകം. ഇനി ആ യജ്ഞവരാഹം എന്താണെന്നൊന്ന് പറയുകയാണ്. എന്താണ് ഈ യജ്ഞവരാഹം? ഭഗവാന്റെ ഈ ഓരോ അവയവങ്ങളും യജ്ഞഭാഗങ്ങളായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ത്വജിച്ഛന്തോരോമസ്വപികുശഗണ ചക്ഷുഷി കൃതം ചതുർഹോദാരോങ്ക്രവോ സൃഗവിപദനേ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദ. അതായത് യജ്ഞത്തിന്റെ ഭാഗങ്ങളെല്ലാം ഇതിൽ ഭഗവാനിൽ ആരോപിക്കുകയാണ്. ഭഗവാന്റെ ഓരോ അവയവങ്ങളും ആ യജ്ഞത്തിന് എന്തൊക്കെ വേണോ അതെല്ലാം ഈ ഭഗവാനിലുണ്ട്. അതാണ് യജ്ഞവരാഹം. എന്തൊക്കെയാണ്? ത്വജി ഛന്ദസ്. ഛന്ദസ് വേദമന്ത്രങ്ങളൊക്കെ വേണ്ടേ യജ്ഞത്തിൽ? യാഗയജ്ഞങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്ക് വേദമന്ത്രങ്ങൾ ചൊല്ലുമല്ലോ. അത് അങ്ങയുടെ ത്വക്കാണ്, ചർമ്മമാണെന്ന് പറയുകയാണ്. ഇങ്ങനെ ഓരോ രീതിയിൽ അവർ സൂചിക്കുന്നു. അതിന്റെ ലോജിക്കൊന്നും നമ്മൾ നോക്കണ്ട. ഭഗവാന്റെ ത്വക്ക് അവര് ഛന്ദസ്സായിട്ട് കണ്ടുകൊണ്ടു വേദത്തിന് യജ്ഞത്തിന് വേണ്ടത് ഇതിലോട്ട് ആരോപിക്കുന്നു. അത്രയേ ഉള്ളൂ. ത്വജിച്ഛന്ദഃ രോമസ്വപി കുശഗണ. ഗർഭപുല്ല് വേണമല്ലോ യജ്ഞത്തിന്. അത് ഭഗവാന്റെ രോമങ്ങൾ, ഈ തൊലിപ്പുറത്തുള്ള രോമങ്ങളെ അവര് കുശഗണങ്ങളായിട്ട്, എന്താണ് ഈ ഗർഭപുല്ലുകളായിട്ട് അവര് കരുതി. ചക്ഷുഷി കൃതം. കൃതം എന്ന് വെച്ചാൽ നെയ്യ്, ആജ്യം. നെയ്യ് എന്താണ്? ഭഗവാന്റെ കണ്ണ്. ഓരോ അവയവങ്ങളെ അങ്ങനെ നെയ്യ് വേണമല്ലോ. നെയ്യാണല്ലോ പ്രധാനമായിട്ട് നമ്മൾ ഹബീസായിട്ട് ഒഴിക്കുന്നത്. ആ നെയ്യ് ഭഗവാന്റെ കണ്ണ് പ്രാധാന്യം കൊടുത്തു. കുശഗണ ചക്ഷുഷി കൃതം ചതുർഹോദാരോ അങ്ക്രവും. ചതുർഹോദാരോങ്ക്രവും. ഭഗവാന്റെ ഈ യജ്ഞവരാഹത്തിന്റെ 4 കാലുകളുണ്ടല്ലോ, അത് ഈ ഒരു യജ്ഞം നടത്തുമ്പോൾ 4 ഹോതാക്കൾ വേണമെന്ന് പറയും. 4 ഹോതാക്കൾ വരും. അതാണ് ചതുർ ഹോതാവ്. ചതുർന്ന് വെച്ചാൽ 4 ഹോതാക്കൾക്ക് പ്രത്യേകം പേരും പറയുന്നുണ്ട്. നമ്മൾ വിശദമായിട്ട് പോണ്ട. അധ്വരു, ഉദ്ഗാതാവ്, ഹോതാവ്, ബ്രഹ്മൻ. ഇവരെല്ലാം ഓരോരോ വേദങ്ങൾ ചൊല്ലുന്നവരാണ്. അധ്വരുവിനാണ് പ്രാധാന്യം കൂടുതൽ. ഇറുഗ് വേദങ്ങളും പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്ന അദ്ദേഹമാണ്. ഓരോ 4 ഹോതാക്കൾ വേണം. അത് ഭഗവാന്റെ 4 കാലുകളായിട്ട്. അത് അധ്വരു, ഉദ്ഗാതാവ്, ഹോതാവ്, ബ്രഹ്മൻ. ഓരോരുത്തർ ഇറുഗ് വേദിക്കും, ചിലർ സാമം ചൊല്ലും, ചിലർ യജുർവേദം. ഇതിങ്ങനെയുള്ള ആ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നവരും പിന്നെ അതിന്റെ മറ്റു നടത്തിപ്പുകാരും. അങ്ങനെ 4 ഹോതാക്കൾ വേണം. അത് 4ഉം ഈ യജ്ഞവരാഹത്തിന്റെ അങ്ക്രവും, പാദങ്ങളാണെന്ന് പറയുകയാണ്. അതാണ് കൃതം ഹോതാരോഹ അങ്ക്രവും. അങ്ക്രം എന്ന് വെച്ചാൽ പാദം, കാല്. ഭഗവാന്റെ കാലാണ് ഈ പറഞ്ഞ 4 ഹോതാക്കൾ. സൃഗവിവദനെ. സൃഗെന്ന് പറയുന്നത് അത് പ്രധാനമാണ്. കാരണം ഈ തവി നമ്മൾ ഈ യജ്ഞത്തിലേക്ക് കോരി ഒഴിക്കുമല്ലോ, അത് കണ്ടിട്ടില്ലേ? യജ്ഞം ചെയ്യുമ്പോൾ ഇങ്ങനെ നെയ്യ് കോരി ഒഴിക്കുന്നതിനൊരു ഒരു തവിയുണ്ട്. അതിനെയാണ് സൃജം എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ പോകണ്ട, യജ്ഞത്തിന്റെ ചില രീതികളെന്നേ ഉള്ളൂ. സൃഗബി വദനം. ഭഗവാന്റെ വദനം, വായി ഈ സൃഗായിട്ട്, അതായത് സൃജം ആയിട്ട് വെച്ചിരിക്കുകയാണ്. ആദ്യം കോരി ഒഴിക്കാനുള്ള തവിയായിട്ട്. ഉദരയിട. വയറെന്താണ്? ഇട എന്ന് പറയുന്നത് പുരോടാശ പാത്രം. അതായത് പുരോടാശം ഉണ്ട്, ഹബീസുകളെല്ലാം ഇട്ട് വെച്ചേക്കണമല്ലോ, ആ പാത്രമാണ് ഇടയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ഭഗവാന്റെ ഉദരം. അത് യജ്ഞത്തിന് വേണ്ട ഓരോ അവയവങ്ങളും ഭഗവാന്റെ അവയവങ്ങളായിട്ട് പറയുന്നതേ ഉള്ളൂ. അതങ്ങ് ചൊല്ലി പഠിച്ചാൽ മതി. നമ്മൾ കൂടുതലായിട്ട് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണമെന്നില്ല. അതാണ് വദനേ ചോദര ച ഉദര ഇട ഉദരമാണ്. ഭഗവാന്റെ ആ വരാഹമൂർത്തിയുടെ ഉദരം എന്ന് പറയുന്നത് ഈ പുരോടാശ പാത്രമാണ്. പിന്നെ ഗ്രഹാജിഹ്വായ, പിന്നെ നാക്കാണ്. സോമരസം വേണമല്ലോ. സോമരസം അല്ല, ഗ്രഹാജിഹ്വായം, അത് പകർന്നു വെക്കുന്നതാണ് ഈ നാക്കെന്ന് പറയാണ്. ഗ്രഹി ഒരു പാത്രം, അത്രേ ഉള്ളൂ. തേ പരപുരുഷ കർണേജ ചമസ. ഈ ചമസുണ്ടല്ലോ, യജ്ഞമൊക്കെ കഴിഞ്ഞ് കിട്ടുന്നതെല്ലാം കൂടെ ശേഖരിച്ചു വെക്കുന്ന പാത്രമാണ് ചമസം.
അത് എന്താണ് ഭഗവാന്റെ കർണം, ചെവി ആണെന്ന് പറയുകയാണ്. അന്നേരം ഏതായാലും ഒരു യജ്ഞ രൂപത്തിൽ ഭഗവാനെ അങ്ങ് അവര് സ്തുതിച്ചു. യജ്ഞത്തിന് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഭഗവാന്റെ ഓരോ അവയവങ്ങളായിട്ട് അവര് സ്തുതിക്കുകയാണ്. വിഭോ സോമോ വീര്യം, ഈ ഭഗവാന്റെ രേതസ്, വീര്യം എന്ന് പറഞ്ഞാൽ രേതസ്, അത് സോമരസമാണെന്ന് പറയുകയാണ്. സോമരസം നമ്മൾ യജ്ഞത്തിൽ വേണമല്ലോ, അത് ഭഗവാന്റെ രേതസാണ്. വിഭോ സോമോ വീര്യം വരത ഗളദേശേപ്യുപസത, ഉപസത്തുക്കളുണ്ട്, അതായത് ഉപയജ്ഞങ്ങളുണ്ട്. ഈ പ്രധാന യജ്ഞം കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്യുന്ന 3 ഉപയജ്ഞങ്ങളാണ് ഭഗവാന്റെ ഗളതലം, കഴുത്ത് എന്ന് പറയുകയാണ്. ഇങ്ങനെ ഒരു സങ്കല്പത്തിൽ സ്തുതിക്കുകയാണ് ഈ മുനീന്ദ്രന്മാര്. തൽക്കാലം അതിന്റെ സാമാന്യ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ത്വജിച്ഛന്തോ രോമസ്വപികുശഗണ ചക്ഷുഷി കൃതം ചതുർഹോദാരോങ്ക്രൗ സൃഗവിവദനെ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസ വിഭോ സോമോ വീര്യം, വീര്യം സോമ വരത, ലയോ വരത, ഗുരുവായൂരപ്പനെ വിളിക്കുകയാണേ, വരം എല്ലാവിധം ഇങ്ങനൊക്കെ സ്തുതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടണം. പട്ടതിരിയുടെ ആവശ്യം ഉണ്ടല്ലോ. അതാണ് വരത ഗളദേശേപ്യുപസത, ഉപസത്തുക്കൾ, അതായത് ഉപയജ്ഞങ്ങൾ, അത് ഭഗവാന്റെ ഗളതലമാണെന്നുണ്ട്. ഈ ശ്ലോകം പഠിച്ചാൽ മതി. എൻ്റെ അർത്ഥം ഇതുപോലെ പിരിക്കണം. ഓരോ അവയവങ്ങളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല യജ്ഞത്തിൽ ഓരോന്നായിട്ട് സാമാന്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ത്വജിച്ഛന്തോരോമസ്വപികുശഗണ ചക്ഷുഷി കൃതം ചതുർഹോദാരോങ്ക്രവോ സുഖവിവദനേ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസ വിഭോ സോമോ വീര്യം ഭരതഗളദേശേ ഉപസദ. ഇതാണ് ഈ യജ്ഞമൂർത്തിയായിട്ട് ഭഗവാനെ വർണ്ണിച്ചത്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അവസാനം നമുക്ക് ചോദിക്കാം. 10ാമത്തത് തീർന്നു. ഹിരണ്യാക്ഷ വധത്തോടുകൂടി ആ മുനിമാരുടെ യജ്ഞപരാഹമൂർത്തിയായിട്ടുള്ള മനോഹരമായ സ്തുതിയോടുകൂടി ഈ ദശകം അവസാനിപ്പിക്കുകയാണ്. 10ാം ശ്ലോകം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്തിയാ വിമലതര കീർത്തിയാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമഭിവാദാലയപതേ. ഇങ്ങനെയൊക്കെയുള്ള യജ്ഞപരാഹമൂർത്തി എൻ്റെ ഈ എല്ലാ അസുഖങ്ങളും ഒക്കെ ഒന്ന് മാറ്റിത്തരണേ. നമ്മൾ ഈ ദശകം ഭംഗിയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്ന ഒരു ദശകമായത്. കാരണം യജ്ഞപരാഹമൂർത്തിയായിട്ട് ഭഗവാന്റെ ഒരു അവതാരത്തെ സ്തുതിക്കുകയാണ് നേരിട്ട്. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർ, മുനീന്ദ്രൈർ ഇത്യാദി, ഇതി ആദി, ഇത് മുതൽ, ഇത്രയൊന്നും അല്ല സ്തുതി, ഒരു നീണ്ട സ്തുതിയാണ് ഈ യജ്ഞവരാഹമൂർത്തിയുടെ. മുനീന്ദ്ര തൃതീയ സ്കന്ധത്തിലുണ്ടത്. തൃതീയ സ്കന്ധത്തിൽ 17 18 അധ്യായത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറയും. തൃതീയ സ്കന്ധം വായിക്കാൻ നോക്കിയാൽ മതി. 7 18 അധ്യായങ്ങളിലാണ് ഈ വരാഹമൂർത്തിയുടെ സ്തുതി എല്ലാം ഉള്ളത്. മുനീന്ദ്രൈർ ഇതി ആദി സ്തവനമുഖരൈർ, സ്തവനം, സ്തവനം എന്ന് വെച്ചാൽ സ്തുതി, ആ സ്തുതിയുടെ ആ ഘോഷം, അതുകൊണ്ട് മോദിതമന, ഈ മുനീന്ദ്രന്മാര് ഭഗവാനെ പ്രസന്നനാക്കി എന്ന് പറയുകയാണ്. ഇത്രയും ആ സ്തുതി ഘോഷം കൊണ്ട്, മനോഹരമായ സാന്ദ്രമായ വേദസ്തുതി കൊണ്ട് ഭഗവാനെ അവര് എന്താണ് മോദിതമന, അത്യധികം പ്രസാദിപ്പിച്ചു. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർ, മുഖര എന്ന് വെച്ചാൽ ഘോഷം, ശബ്ദം. ആ സ്തവനം എന്ന് വെച്ചാൽ സ്തുതി. ആ സ്തുതിഘോഷം കൊണ്ട് ഭഗവാനെ മുനീന്ദ്രന്മാര് മോദിതമന, വളരെ സന്തോഷമുള്ള മനസ്സോടുകൂടി അവരെ ആക്കി. മഹീയസ്യാമൂർത്തിയാ വിമലതര കീർത്തിയാ ച വിലസൻ, അങ്ങനെ ആ മുനിമാരുടെ സ്തുതി കൊണ്ട് സന്തുഷ്ടനായി. മഹീയസ്യാമൂർത്തിയ, ഭഗവാന്റെ മൂർത്തിയും ശരീരവും നല്ല മഹീയസ് എന്ന് വെച്ചാൽ മഹാത്മ്യമേറിയ ആ ശരീരം ഉണ്ടല്ലോ, ആ പൂജ്യമായ ശരീരം. വിമലതര കീർത്തിയാച വിലസൻ, ഇത്രയും ഈ ഹിരണ്യാക്ഷ വധം തന്നെ നടത്തിയില്ലേ ഭഗവാൻ, എന്നിട്ട് ആ വേദം വീണ്ടെടുത്ത് അവിടെ കൊടുത്തില്ലേ. അതുകൊണ്ട് ആ കീർത്തി എല്ലായിടത്തും പ്രചരിച്ചു ഈ വരാഹമൂർത്തിയുടെ. അതാണ് മൂർത്തിയാ വിമലതര കീർത്തി, പരപരിശുദ്ധമായ കീർത്തി കൊണ്ട് ശോഭിക്കുന്നവനായി, അവരുടെ സ്തുതി കൊണ്ട് പ്രസാദിക്കുന്നവനായി, തൻ്റെ ആ മഹീയസായിരിക്കുന്ന ശരീരഭംഗി കൊണ്ട് ശോഭിച്ച് ആ കീർത്തി കൊണ്ട് പരിലസിക്കുന്നവനായി സ്വദിഷ്ണ്യം സംപ്രാപ്ത. ഭഗവാൻ ഇതെല്ലാം കഴിഞ്ഞ് അതൊന്നും അറിയാത്ത മറ്റ് സ്വദിഷ്ണ്യം, തൻ്റെ ആ യഥാർത്ഥ
വൈകുണ്ഠപ്രാപ്തി. തിരിച്ച് ഭഗവാൻ അങ്ങ് പോയി. വരാഹ അവതാരം കഴിഞ്ഞ് ഭഗവാന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. അതാണ് സ്വതിഷ്ണ്യം, സ്വന്തം ഇരിപ്പിടം, വൈകുണ്ഠം. സംപ്രാപ്ത, ഇതൊന്നും അറിയാതെ ഭഗവാൻ പോയി. സുഖരസവിഹാരി മധുരിപോ, ഭഗവാൻ എപ്പോഴും എന്താണ്? സുഖരസവിഹാരി. സുഖരസം, ആ ആത്മാനന്ദത്തിൽ എപ്പോഴും സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറയുന്നില്ലേ, അതിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇതൊക്കെ ഒരു മായാപ്രകടനം. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇത് ഈ ഇത്രയും പ്രയാസപ്പെട്ട് വധിച്ചതാരെയാണ്? ഭഗവാൻ കൊടുത്ത വരം തന്നെയാണിതേ. നിന്റെ 3 പ്രാവശ്യം നിങ്ങളെ ഞാൻ വധിച്ച് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദ്വാരപാലകരാണ് ഈ ജയനും വിജയനും. അതിൽ ഒരുത്തനാണ് ഇപ്പം ശരിയാക്കിയത്, ഹിരണ്യാക്ഷൻ. ഇനി അടുത്തന്നെ ഭഗവാൻ വരുന്നുണ്ട്, ഹിരണ്യകശിപുവിൻ്റെത്. അങ്ങനെയുള്ള ഓരോന്നും ഭഗവാൻ ഒരു ലീല. പക്ഷെ ഭഗവാൻ ഒരു വ്യത്യാസവുമില്ല. അതാണ് സുഖരസവിഹാരി, ആത്മാനന്ദത്തിന് ഒട്ടും കുറവില്ലാതെ വിഹരിക്കുന്നവനായ മധുരിപോ. മധുരിപോ, മധുവൈരിയാണല്ലോ. മധുവൈടവന്മാരെ അന്ന് വധിച്ചില്ലേ ഭഗവാൻ. അതുകൊണ്ടാണ് മധുരിപൂന്ന് ഭഗവാന് വാക്ക്. മധുവൈരി, ഇങ്ങനെ മധുവൈരിയായിരിക്കുന്ന ഭഗവാൻ. അത് അവരെ വധിച്ചതും വലിയൊരു ഇതല്ലേ. അതുകൊണ്ടാണ് ഇവിടെയും ഹിരണ്യാക്ഷവധത്തിന് ആ വിശേഷം തന്നെ മധുരിപോന്ന് കൊടുത്തിരിക്കുന്നത്. മധുവിന്റെ ശത്രുവായ ആ ഭഗവാനെ, നിരുന്ധ്യാരോഗം മേ, എന്റെ രോഗം എല്ലാം ഒന്ന് തടയണമേ. സകലം ഒന്നും വെച്ചേക്കരുത്. പാതാലയപതേലയോ ഗുരുവായൂരപ്പ. മുനീന്ദ്രൈരിത്യാദി ഇതി, ഇങ്ങനെ തുടങ്ങി ഉള്ള ആ സ്തവനമുഖരയിർ, ആ സ്തുതികോശം കൊണ്ട് മോദിതമനായി, സന്തുഷ്ട മനസ്കനായി, മഹീയസ്യാമൂർത്തിയ, ആ മഹത്വമുള്ള ശരീരത്തോടുകൂടി, വിമലതര കീർത്തിയാജ വിലസൻ, വളരെ പരിശുദ്ധമായ കീർത്തി കൊണ്ട് വിലസുന്നവനായി, സ്വതിഷ്ണ്യം സംപ്രാപ്ത. ഭഗവാൻ ഇതെല്ലാം ആയിട്ട് എല്ലാവർക്കിടെയും കാണിച്ച് ഭഗവാൻ തിരിച്ച് തൻ്റെ ആ സ്വതിഷ്ണ്യം, തൻ്റെ ആ സ്ഥലത്തേക്ക് ചെയ്തു. കുമാരനാശാന്റെ കരുണയിൽ അവസാനം ഉപഗുപ്തന്റെ കാര്യം പറഞ്ഞ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. അന്നുതാൻ ചെയ്ത ശുഭകർമ്മത്തിൻ മഹത്വം കടുകോളം മതിയാതെ ഗളിത ഗർവൻ എന്ന് പറയുന്നുണ്ടല്ലേ. അതുപോലെയാണ് ഭഗവാന് ഒരു ഗർവുമില്ല. എപ്പോഴും സുഖരസവികാരിയായിട്ടിരിക്കുന്ന ആ ഭഗവാൻ. നമുക്കാണ് ഇതെല്ലാം കാണുമ്പോൾ പല പല വികാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതേ. ഭഗവാൻ ഇതൊക്കെയുള്ളൊരു ലീല. രസവിഹാരി മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപിപാതാലയപതേ, എല്ലാ രോഗങ്ങളും എനിക്ക് അകറ്റിത്തരണേ. ഞാനൊന്ന് വായിക്കാം. വായിച്ചു തീർന്നിട്ട് നമുക്ക് സമയമുണ്ട്. നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നോ? ഹിരണ്യാക്ഷപദം. ഹിരണ്യാക്ഷം താവത് പരതഭവദന്വേഷണപരം ചരന്തം സാമ്പർത്തേ പയസി നിജ ജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതേർനാരദമുനി ശനൈരൂജേ നന്ദൻ ധനുജമപി നിന്ദം സ്തവബലം സമായാവി വിഷ്ണുർ ഹരതി ഭവതീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ കോസൗ കോസാവിധി സമുനിനാ ദർശിതപദോ ഭവന്തം സംപ്രാപത് ധരണിതരമുദ്യന്തമുദഗാത് അഹോ ആരണ്യോയം മൃഗ ഇതികസന്തം ബഹുതരൈർ ദുരുക്തൈർവിദ്യന്തം ദിതിസുതമപജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാചിരസി ജഗിതാം സ്വേന മഹസാ വയോധാവാധായ പ്രസഭമുദയുംധാമൃതവിധൗ ഗദാപാണൗ ദൈത്യേ ത്വമപി ഗൃഹീതോന്നതഗതോ നിയുക്തേന ക്രീഡൻ കടകടരവോത്കുഷ്ടവിയത രണാലോക ഉത്സുക്യാൻമിളതി സുരസംഗേ ദ്രുതമമും നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിഷേ ഗതോന്മർദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായാമഹഭോ മൃദുസ്മേരാസ്യ ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാൽ സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുതം സ്വാം സമതനോത്
ഗളന്മായേ ഗളന്മായേ മായാത്തൊയ്കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തതോ മായാചക്രേ വിദതകനരോഷാന്ധമനസം ഗരിഷ്ടാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി മഹാകായസോയം തവ ചരണപാദ പ്രമദിതോ ഗളദ്രക്തോ വക്ത്രാത് അപദൃഷിഭിർശ്ലാഘിതഹതി തഥാ ത്വാമുദ്ദാമ പ്രമദപരവിദ്യോതിഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭിർ സ്തുതിഭിരനുപൻ അധ്വരതനും ത്വജിച്ഛന്തോരോമസ്വഭികുശഗണചക്ഷുഷി കൃതം ചതുർഹോതാരോങ്ക്രൗ സൃഗവിവദനേ ചോദരയിട ഗ്രഹാജിഹ്വായാം ദേവരപുരുഷ കർണേ ചമസ വിഭോ സോമോ വീര്യം വരദഗളദേശേപ്യുപസദാ മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിതമന മഹീയസ്യാമൂർത്തിയ വിമലതരകീർത്തിയാ ച വിലസൻ സ്വദിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗം മേ സകലമപി പാതാലയപതേ. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാം. സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമുണ്ട്. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ. ഈ വാതാലയപതയെന്ന് ഇടയ്ക്കിടയ്ക്ക് വരൂല, അതിന്റെ അർത്ഥം എന്താണ് സാർ? അങ്ങനെ വാതാലയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ എന്നല്ലേ നമ്മൾ പറയുന്ന. വായു, വാദം എന്ന് വെച്ചാൽ വായുവാ. ഗുരുവായു ഗുരുവായൂരപ്പൻ, ഗുരുവിന്റെയും വായുവും കൂടെ അവരിലെ പ്രതിഷ്ഠിച്ച അവിടെ. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. വായു, വാദം എന്ന് പറയുന്ന വാദം വായുവാ. വാതാലയം ഇവിടെ ഗുരുവിനെ പറഞ്ഞില്ല, വാദത്തിന്റെ വായുവിന്റെ ആലയം. സാറേ ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടെ വിശദമാക്കാമോ? 7 ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുതേ തതോ മായാചക്രേ. മായാപ്രകടനം ഈ ഹിരണ്യാക്ഷൻ കാണിച്ചല്ലോ. ആ മായാപ്രകടനത്തെ ഭഗവാൻ ഇല്ലാതാക്കിയത് ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന, അങ്ങയുടെ ആ ചക്രത്തിൽ നിന്ന് വരുന്ന ജ്യോതിഷ്കണത്തിന്റെ ലവം കൊണ്ട്, അതിന് നിപാതനേന വിദുതേ, അതിന്റെ പാദം കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ടാണ്, അത് പ്രയോഗിച്ചിട്ടാണ് ഭഗവാൻ ഈ മായാചക്രത്തെ അകറ്റിയത് ഹിരണ്യാക്ഷന്റെ. അതാണ് ഭവച്ചക്രജ്യോതിഷ്കണലപതിപാതേന വിദുതേ തതോ മായാചക്രേ. മായാചക്രം ഇവിടെ ഹിരണ്യാക്ഷന്റെ ആണ്. ആ മായാചക്രമെല്ലാം അനന്തരം വിദുതേ ഒഴിഞ്ഞപ്പോൾ വിധതകന രോഷാന്തമനസം, അവൻ വളരെ രോഷാന്ത മനസ്സനായിട്ട് ഗരിഷ്ടാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്തം, ആസുരൻ ഭഗവാനെ ആ ശക്തമായ മുഷ്ടി കൊണ്ട് അഭിഘ്നന്തം അടിക്കുന്നവനായി മാറിയ ആ അസുരനെ സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലേ നിരവധി. ആ ശ്രവണപദത്തിൽ ഭഗവാൻ തന്റെ ആ അങ്കുഷ്ടം കൊണ്ട്, പാദാങ്കുഷ്ടം കൊണ്ട് ഒരടി കൊടുത്തു. അതാണ് നിരവധി. അതാണ് ആ ശ്ലോകത്തിന്റെ താല്പര്യം. ചില ബുക്കിലെ 7ാമത്തെ ഇതില് കരാഗ്രേണ സ്വേനാന്ന് എന്റെ ബുക്കിൽ കിടപ്പുണ്ട്. ഏതാണ് 7ാമത്തെ ശ്ലോകം? 7ാമത്തെ ശ്ലോകത്തിലെ 4ാമത്തെ ലൈൻ വന്ന് കരാഗ്രേണ സ്വേനാന്ന് എഴുതിയിട്ടുണ്ട്. ആണോ? എന്റെ ഈ ബുക്കില് കരാഗ്രേണ സ്വേന, പക്ഷെ ഞാൻ മാറ്റിയിട്ടുണ്ട്, പാദാങ്കുജേനാന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കാണിക്കുന്നത് കരാഗ്രേണ സ്വേന എന്നാ കാണിച്ചിരിക്കുന്നത്. അതുപോലെ കരാഗ്രേണസേന എന്നിങ്ങനെ പ്രയോഗം ഉള്ളതായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. കരാഗ്രേണസേന എന്ന് കാണുന്ന പാഠഭേദവാദം. അത് നമ്മൾ നേരത്തെയൊക്കെ പഠിച്ചത് ഇങ്ങനെ ഈ ശ്ലോകവാ. അതാണ് സ്വപാദാങ്കുഷ്ടേന, സ്വപാദാങ്കുഷ്ടേന. ഈ രീതിയിൽ പഠിച്ചാൽ മിക്കവാറുള്ള ടെസ്റ്റിലെല്ലാം അവർ കറക്റ്റ്. ഇപ്പൊ ഗുരുവായൂരിന്റെ ടെസ്റ്റിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സ്വപാദാങ്കുഷ്ടേന. 2 ബുക്കുണ്ട് സാറേ. ഒരു ബുക്കില് കറക്റ്റ് ആയിട്ട് നമ്മളിപ്പോ പറയുന്ന പോലെ, ഒരു ബുക്കിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ചിലര് നേരത്തെ അടിച്ച പ്രിന്റിംഗ് ആയിരിക്കും. അത് പാഠഭേദം ഒന്നും പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ചൊല്ലി ശീലിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. അർത്ഥത്തിന് വലിയ വ്യത്യാസം. ഇവിടെ കര ഒന്ന് മാറി, കുഴപ്പമില്ല. രണ്ടിന്റെയും പാദവും കര ഒന്നാണല്ലോ. അതായിരിക്കും.
കുഴപ്പമില്ല, നമ്മൾ എല്ലാവുന്ന രീതിയിൽ അങ്ങ് പഠിക്കുക. പക്ഷെ മൂന്നാമത്തെ ശ്ലോകം ഏതാ ഏതാ എട്ടാമത്തെ ആ, എട്ടാമത്തത് മഹാകായ സഹായം. അവൻ മഹാകായൻ തവ ചരണപാദ പ്രമതിത. അങ്ങയുടെ ആ പാദം കൊണ്ടുള്ള പാദം ചരണം എന്ന് വെച്ചാൽ കാല് കൊണ്ടുള്ള പാദം പ്രകരണത്തിൽ കൊണ്ട് പ്രമഥിത വെച്ചാൽ മഥിക്കപ്പെട്ടവനായി, ചതയപ്പെട്ടവനായി. ഗളദ്രക്ത വക്രാത്, വക്രം എന്ന് വെച്ചാൽ മുഖം, വായിൽ നിന്ന് ഗളതെന്ന് വെച്ചാൽ ഒഴുകുന്ന, രക്തം ഒഴുകുന്നവനായി. അപതത് എന്നാ ഇവിടെ പതിച്ചു, താഴെ വീണു. ഈർഷ്യഭിർശ്ലാഘിത ഹതി, അത് കണ്ടുടനെ ആ വധം, ഹതി എന്ന് വെച്ചാൽ അവിടെ വധം, ആ വധം കണ്ട് ആ ഈർഷ്യമാരാൽ പുകഴ്ത്തപ്പെട്ടവനായി ഭഗവാൻ മാറി എന്ന് പറയാണ്. ശ്ലാഘിത ഹതി, ആ ഹതിയെ അവരെല്ലാം പുകഴ്ത്തി. എന്നിട്ട് തഥാത്വാം ഉദ്ദാമ പ്രമദഭര വിദ്യോതി ഹൃദയ, അടക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് തെളിഞ്ഞ മനസ്സുള്ളവരായി മുനീന്ദ്രന്മാര് സാന്ദ്രാഭിർ സ്തുതിഭിർ, സാന്ദ്രങ്ങളായ അർത്ഥപുഷ്കലങ്ങളായ സ്തുതികളെ കൊണ്ട് അനുവനാണ് ഇവിടെ ക്രിയ, സ്തുതിച്ചു. അത്വരതനുവായിട്ട്, യജ്ഞവരാഹമായിട്ട്. അത്തരം എന്ന് വെച്ചാൽ യജ്ഞം, അതായത് അർത്ഥം. പക്ഷെ നാലാമത്തെ ശ്ലോകത്തിലെ ഗതാബാണവും ദൈത്യേ, ആദ്യ ഈ ദൈത്യൻ ഒരു ഗത കയ്യിലെടുത്തു. ത്വമഭിഹി ഗൃഹീതോ ഉന്നതഗതോ, ഭഗവാനും വിട്ടില്ല, ഭഗവാൻ ഒരു കുറച്ചും കൂടെ ഉയർന്ന ഗത കയ്യിലെടുത്തു. നിയുക്തേന, ആ യുദ്ധത്തിൽ അങ്ങനെ അതാണ് പക്ഷെ എന്റെ ബുക്കിലെ നിയുദ്ധേന എന്നാണ്. നിയുക്തേന യുദ്ധത്തിനാൽ യുദ്ധം കൊണ്ടുള്ള അർത്ഥത്തിലാണ് നിയുക്തേന ക്രീഡൻ, അങ്ങനെ ആ വിഹരിക്കുന്ന ഒരു വിഹാരമായിരുന്നു ഭഗവാൻ ആ യുദ്ധം കൊണ്ട് വിഹരിക്കുന്നവനായി. കടകട രവോത്കുഷ്ട വിയത, അതാ യുദ്ധത്തിൻ്റെതാണ്. ആ ഗതയടിയുടെ ശബ്ദം വിയത്തെന്ന് വെച്ചാൽ ആകാശം മൊത്തം മുഖരിതമായി, അല്ലെങ്കിൽ അത് പ്രതിധ്വനിച്ചു. അതാണ് കടകട രവോ എന്ന് വെച്ച ശബ്ദം. ഞാൻ കേട്ടത് നിയുക്തേനാണ് കേട്ടത് മാഷ, അതാണ് ചോദിച്ചത്. നിയുദ്ധേന എന്നാ ഇവിടെ കൊടുത്തിരിക്കുന്ന നിയുദ്ധേന. ചിലതിലൊക്കെ പാഠഭേദങ്ങൾ വരുന്നുണ്ട്. അതെ, ഞാനിവിടെ ഈ പരമാല വെച്ച് നോക്കിയാ പറയുന്നത്, അതുകൊണ്ട് അതാണ് നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. 9 സാറേ, ആ ഗ്രഹ ജിഹ്വായാം തേ പരപുരുഷ, അതൊന്ന് പറയാമോ? ഗ്രഹ ജിഹ്വ എന്ന് വെച്ചാൽ നാക്ക്, ഗ്രഹ എന്ന് പറയുന്ന പാത്രം, അത് നാക്കായിട്ട്, അതായത് സോമരസം വെക്കുന്ന പാത്രത്തിനാണ് ഗ്രഹ. അത് യജ്ഞത്തിന്റെ ഒരു ഭാഗമാണ്. സോമരസം നമുക്ക് യജ്ഞത്തിൽ വേണ്ടി, അത് ജിഹ്വയാണ്, ഭഗവാന്റെ നാക്കാണ്. തേ പരപുരുഷനായിട്ട് തന്നെ ഭഗവാന് പറയാ. ഗുരുവായൂരപ്പൻ തന്നെ പരമാത്മാവായിട്ട് പരപുരുഷ, വേറൊന്നില്ലല്ലോ. ചന്ദ്രാനന്ദാവബോധാത്മകമായിരിക്കുക ഭഗവാൻ പരപുരുഷൻ. കർണേജ ചമസം എന്ന് പറയുന്നത് ചെവി, കർണം. ചമസം ഒരു പാത്രമാണ്, ഈ ഭക്ഷ്യപാത്രം എല്ലാം കൂടെ അവസാനം അതിനകത്താണ് ഈ യജ്ഞം കഴിഞ്ഞൊക്കെ ഉള്ളത് ശേഖരിച്ചു വെക്കുന്നത്. ഇനി ചമസം എന്നാ പറയുന്നത്. പിന്നെ സോമോ വീര്യം, ഭഗവാന്റെ രേതസ് സോമം. വേറെ ചതുർഹോദാരോ, അത് എത്ര 4 എണ്ണം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. 4 അത് 4 ഹോതാക്കളുണ്ട്. അധ്വരു എന്നാണ്, അയാളാണ് അതിലെ പ്രധാനി. അധ്വരു, ഉദ്ഗാതാവ്, ഇവരെല്ലാം വേദമന്ത്രങ്ങൾ ചൊല്ലുന്നവരെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വേദമന്ത്രങ്ങള് ഇങ്ങനെ ചൊല്ലുന്നവരാണ്. ഋഗ്വേദം ചൊല്ലുന്ന ഒരാളുണ്ട്, സാമവേദം ചൊല്ലുന്ന ഒരാളുണ്ട്, യജുർവേദം ചൊല്ലുന്നവരുണ്ട്. പിന്നെ അവർക്ക് മറ്റു കാര്യങ്ങൾ അവർ എന്റെ നേതൃത്വം വഹിക്കണം. അതിന് അധ്വരു, പിന്നെ ഉദ്ഗാതാവ്, ഹോതാവ്, പിന്നെ ബ്രഹ്മൻ, ഇങ്ങനെ 4 പേരെയാണ് ഇവിടെ പിന്നെ യജ്ഞവരാഹത്തിന്റെ കാലുകളായിട്ട് പറയുന്നത്. ഹോമം ചെയ്യുന്നവർ എന്നുള്ള അർത്ഥം ഇല്ലേ സാറേ? ഹോമം ചെയ്യുന്നവർ, അത് മതി. ഹോമത്തിലെ പ്രധാനികളുടെ അവരുടെ ഡ്യൂട്ടി അനുസരിച്ച് ഓരോ പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അതെന്താ അധ്വരു? നാ തിരിച്ചിടുന്ന അധ്വര്യു, അധ്വര്യു, ഉദ്ഗാതാവ്, ബ്രഹ്മൻ, പിന്നെ ഹോതാവ്. വേറെ ഏതാ? സമയമുണ്ട്, നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇത് ഇച്ചിരി പ്രയാസമുള്ള ദശമായോണ്ട് ഞാൻ അങ്ങനെ ആവർത്തിച്ചു പറയുന്നു. ആദ്യത്തെ 2 എണ്ണത്തിന്റെ ഒരർത്ഥം. ഹിരണ്യാക്ഷം താവദ്വരത ഭവതന്വേഷണപരം, ഭഗവാനെ അന്വേഷിക്കുന്ന, ഭഗവാന്റെ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവൻ, അതാണ് അന്വേഷണപരം. ഹിരണ്യാക്ഷൻ, അപ്പോൾ താവത് വരത, അപ്പോൾ അങ്ങയുടെ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? ചരന്തം,
ചരിക്കുക എന്ന് വെച്ചാൽ സഞ്ചരിക്കുന്നു. എവിടെ? സാമ്പർത്തേ പയസി, ഈ പ്രളയജലത്തിൽ സഞ്ചരിക്കുന്നു. നിജജങ്കാപരിമിതേ, ആ പ്രളയജലത്തിന്റെ ഒരു വിശേഷണം പറയാണ്, തന്റെ കണങ്കാലോടൊപ്പമേ ഉള്ളതിന് ആഴമെന്ന് വെച്ചാൽ ഇയാളുടെ വലിപ്പം കാണിക്കാൻ വേണ്ടിയത്. പ്രളയജലത്തിന്റെ ആഴം നമുക്കറിയാമല്ലോ, അത് വലിയ ആഴമുള്ളതാണ്. പക്ഷെ അത് ഇയാളെ സംബന്ധിച്ച് നിജജങ്കാപരിമിതേ, തന്റെ കണങ്കാലിനോട് പരിമിതപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ അത്രയും വലുതാണ് ഇയാളുടെ ആകാരം ശരീരം. ഭവദ്ഭക്തോ, അങ്ങയുടെ ഭക്തനായ കപടപടുതിയായ നാരദമുനി ഗത്വ, ഇയാളുടെ ചെന്നിട്ട്, ഈ ഹിരണ്യാക്ഷന്റെ അതാണ് ഭവദ്ഭക്തോ ഗത്വ കപടപടുതീർ നാരദമുനി ശനൈരൂജെ, പതുക്കെ പറഞ്ഞു. നന്ദൻ എല്ലാവരോട് ഒരുമിച്ച് പറയാതെ ധനുജനെ നന്ദിച്ചുകൊണ്ട്, അയാളെ പുകഴ്ത്തിക്കൊണ്ട്, നിന്ദൻ തവബലം, അങ്ങയുടെ ബലത്തെ നിന്ദിച്ചുകൊണ്ടു. അത്രേ ഉള്ളൂ. രണ്ടാമത്തേതും കൂടി. രണ്ടാമത്തെ. ഇനി സമായാവി വിഷ്ണുർ ഹരതി, അത് നാരദൻ പറയാണേ അദ്ദേഹത്തിന്റെ സമായാവി, വിഷ്ണുവിനെ മായാവിയായിട്ട് നാരദൻ ഇയാളുടെ മുമ്പിൽ പറയുക. അതാണ് കപടപടുതി എന്ന് പറയുന്നത്. ആ മായാവിയായ വിഷ്ണു ഉണ്ടല്ലോ, അയാൾ കപടക്കാരനാണ്. അയാൾ എന്റെ വസുമതിയെ അടിച്ചോണ്ട് പോയിരിക്കുകയാണ്. അതാണ് സമായാവി വിഷ്ണുർ ഹരതി, മുട്ടിച്ചു. ഭവതീയാം വസുമതി, അങ്ങ് പറഞ്ഞു, നീ ഉടമസ്ഥാവാചത്തിൽ വെച്ചോണ്ടിരുന്നല്ലേ, അതിനെ ഈ മായാവിയായ വിഷ്ണു ഹരതി, ഹരിക്കുന്നു. പ്രഭോ, അല്ലയോ പ്രഭോ, കഷ്ടം കഷ്ടം, വളരെ മോശമായി പോയി, അല്ലെങ്കിൽ സങ്കടമാണ്. കിമിതം, എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് അറിയാൻ വയ്യ. അങ്ങയുടെ അടുത്ത് വന്ന് ഈ ഇത്ര ധൈര്യമായിട്ട് ഇയാൾക്ക് അത് എങ്ങനെ ധൈര്യം വന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാളെ കിളർത്തുക. അതാണ് കിമിതം ഇതി തേനാഭിഗതിത, ഇപ്രകാരം നാരദനാൽ പറയപ്പെട്ടവനായി. പിന്നെ നദൻ, ഉടനെ തന്നെ ഇയാൾ അട്ടഹസിക്കുകയാണ്. കാസൗ അസൗ, ഇവൻ ആരാണ് അതിന് ധൈര്യം കാണിച്ചത്? കാസൗ ഇതി നദൻ, ഇപ്രകാരം അട്ടഹസിച്ചുകൊണ്ട് സമുനിനാദർശിതപദോ, ആ മുനിയാൽ തന്നെ കാണിക്കപ്പെട്ടവനായ മാർഗത്തോടുകൂടി, അതായത് ഭഗവാന്റെ അടുക്കലോട്ട് പോകുന്ന മാർഗം ഈ മുനി തന്നെ കാണിച്ചു കൊടുത്തു, നാരദ മുനി തന്നെ കാണിച്ചു കൊടുത്തു. ഭവന്തം സംപ്രാപ, അങ്ങയുടെ അടുത്ത് എത്തിച്ചേർന്നു. അന്നേരം അങ്ങെന്ത് ചെയ്യുന്നു? ധരണിധരനായി, ധരണിയെ പൊക്കിക്കൊണ്ട് വരികയല്ലേ ഭഗവാൻ. ധരണിധരൻ ഉദ്യന്തമുദകാത്, ധരണിധരനായി ഉദകാത് ഉദ്യന്തം, ആ വെള്ളത്തിൽ നിന്ന് ഉദ്യന്തം, ഉദിക്കുന്നവനായ എന്ന് വെച്ചാൽ പൊങ്ങി വരുന്നവനായ ആ ഭഗവാന്റെ സമീപം നാരദൻ ഈ ഹിരണ്യാക്ഷനെ എത്തിച്ചു. അതിന്റെ അർത്ഥം ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ഇത് നല്ലോണം ചൊല്ലറിയാവുന്നവരുണ്ടെങ്കിൽ ചൊല്ലിയാലും കൊള്ളാം. നല്ല, എനിക്ക് നാരായണീയം അങ്ങനെ ഈണത്തെ ഞാൻ ചൊല്ലില്ല, ഞാൻ ഇതിന്റെ അതുകൊണ്ട് സാറേ ശനൈർ ഊച്ച എന്നാണ് എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞത് സാറേ. ഏതാ ശനൈർ ഊച്ച? ആ ശനൈരൂചെ എന്ന് വെച്ചാൽ പതുക്കെ പറഞ്ഞു എന്ന്. അതായത് നാരദമുനിയെ പതുക്കെ ഇയാളുമായിട്ട് ഇച്ചിരി വിനയാന്വിതനായിട്ട് എന്ന് പറയല്ലേ, കാരണം ഇയാൾ വലിയ മഹാത്മേറിയ ഒരു വ്യക്തിയാണെന്ന് കാണിക്കാൻ. ശനൈരൂചെ ബഹുമാനിച്ചു. ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ. നല്ലോണം ചൊല്ലാം. എല്ലാവരും കേട്ടോണ്ടിരിക്കണം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് കേട്ടോണ്ടിരിക്കും. ചൊല്ലുന്നുണ്ട്. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണപരം ചരന്തം സാംവർത്തേ പയസി നിജജംഘാ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭിനിന്ദം തവ ബലം സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ഇതി സമുനിനാദർശിതപദോ ഭവന്തം സംപ്രാപ ധരണിധരമുദ്യന്തമുദകാത് അഹോ ആരണ്യോയം മൃഗ ഇതി ഹസന്തം ബഹുതരൈർദുരുക്തൈർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹിം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാപയോധാവാധായ പ്രസഭമുദയുക്താമൃതവിധൗ ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖഡഗഡരവോത്കൃഷ്ടവിയതാ രണാലോകസുഖ്യാത് മിളതി സുരസംഘേ ദ്രുതമമും
നിരുന്ധ്യാസന്ധ്യാത പ്രഥമമിതി ധാത്രാ ജഗദിശേ ഗതോന്മദ്ദേ തസ്മിൻ തവ ഖലു ഗദായാം ദിതി ഭുവോ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യ ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോരുരുചിഷേ സ്ഥൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി വിചിന്തത്തേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്വാം ഗളത്മായേ മായാ ത്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതോ മായാചക്രേ വിദധഘനരോഷാന്ധമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രഹൃതിഭി അഭിഘ്നന്ദമസുരം സ്വപാദാങ്കുഷ്ഠേന ശ്രവണപദം മൂലേ നിരവധി മഹാകായ സോയം തവ ചരണപാദപ്രമഥിതോ ഗളജ്ജക്തോ വക്താത് അപദത് ഋഷിഭിः ശ്ലാഘിതഹതി തഥാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്ര സാന്ദ്രാഭിസ്തുതിഭിരനുവന്നധ്വരതനും തുജിച്ഛന്ദോ രോമസ്വപി കുശഗണചക്ഷുഷി ഘൃതം ചതുർഹോദാരോംഗ്രൗ സൃഗപി വദനേ ചോദരയിടാ ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ച ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേऽപ്യുപസദ മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർമോദിതമന മഹീയസ്യാ മൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സുധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുന്ധ്യാസ്യോഗം മേ സകലമഭിവാതാലയപദേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്തല്ലേ? വേറെ സംശയമൊന്നും ഇല്ലല്ലോ? സർ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് 11ാം വരാഹാവതാരം മുതലാണ് ജോയിൻ ചെയ്യാൻ പറ്റിയത് ക്ലാസ്സിൽ. അപ്പൊ അതിനു മുമ്പുള്ള നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കിട്ടാൻ വല്ല വഴിയുണ്ടോ? അല്ല, അതിവിടെ ഇടുന്നുണ്ടല്ലോ. നമ്മളിപ്പോ ഇതിപ്പോ നാളെ ഇടുന്നതിലേ അതിന്റെ അടിയിലെല്ലാം വരും. 1, 2, 3, 4 എന്നും പറഞ്ഞ് ഇതോടെ നമ്മൾ കൊടുത്ത എല്ലാ പ്രഭാഷണങ്ങളും അതിനകത്തുണ്ട്. അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഗുരുവായൂരപ്പന്റെ ഒരെണ്ണം വിടും. ഇപ്പം നാളെ തന്നെ ഇടും. അത് ഇത് പ്രത്യേകമായിട്ട് ഇടും. അല്ലാതെ തന്നെ നമ്മുടെ ആ യൂട്യൂബിന്റെ ജനറൽ പിന്നെ സത്രത്തിന്റെ ചാനലെന്നും പറഞ്ഞിടും. അതിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ എല്ലാം കിട്ടും. ആദ്യം തൊട്ടുള്ള പ്രഭാഷണം കിട്ടും. താങ്ക് യു സർ. ഓക്കെ. സാറേ, അതുപോലെ വിഷ്ണു സഹസ്രനാമം പഠിപ്പിക്കണമല്ലോ സാറ്? അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, സ്വാമിയുടെ ഒന്ന് ചോദിച്ചാൽ അതിന്റെ ഒരു സമയം നമുക്ക് ഫിക്സ് ചെയ്യണം. അതെന്നെങ്കിലേ അത് പറ്റൂ. അല്ല ഇത് വേറെ ഇനി മന്ത്ലി പ്രഭാഷണങ്ങളും ഒക്കെ ഇതിൻ്റെ തൊണ്ടേ അവിടെ അഡ്മിനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഓരോരു സമയം പറയാമെങ്കിൽ നമുക്കത് നോക്കാം. സ്വാമിയായിട്ട് നാരായണ സ്വാമിയാണെന്നില്ല. സ്വാമി ഒന്ന് വിളിച്ചിട്ട് പറയുക. ശരി, ഓക്കെ, നമസ്കാരം. താങ്ക്സ്. ഭാഗവതം ഇതുപോലെ ഭാഗവതത്തിന് സാർ തുടങ്ങുന്നുണ്ടോ?